അള്ളാഹു പടച്ച റബ്ബ് അവന്റെ ദീനിൽ വിശ്വസിക്കാതിരിക്കാൻ മനുഷ്യരെന്ത് ന്യായം? അതുകൊണ്ട് അമ്മാമൻ ആമന, ആരാണോ ഈമാനുള്ളത്, വആമില സാലിഹൻ, സാലിഹ് പ്രവർത്തിക്കുകയും ചെയ്തു, നന്മ പ്രവർത്തിക്കുകയും ചെയ്തു, ഫലഹു അവനുണ്ട് ജസാഅനിൽ ഹുസ്ന, ജസാഅൻ പ്രതിഫലം, അൽ ഹുസ്ന ഏറ്റവും നല്ല പ്രതിഫലം, അതായത് സ്വർഗമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا. ويسألونك അവർ നിന്നോട് ചോദിക്കുന്നു, عن ذي القرنين, ദുൽഖർനൈനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ, താങ്കൾ പറയുക, സഅത്ലു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, മിൻഹു ദിക്റ, ദുൽഖർനൈനെ കുറിച്ചുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സൂറത്തുൽ കഹ്ഫിന്റെ ഈ തഫ്സീറിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് മക്കയിലെ കാഫിറുകൾ മദീനയിലെ യഹൂദ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ചില ആളുകൾ പറഞ്ഞയച്ചു. ഒരു 3 കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അസ്ഹാബുൽ കഹ്ഫിന്റെ അവരെ കുറിച്ച്, റൂഹിനെ കുറിച്ച്, അതുപോലെ റജുലുൻ തവ്വാഫുൻ ഫിൽ അർദ്, ഭൂമി ഒട്ടാകെ സഞ്ചരിച്ച ഒരാളെ കുറിച്ച്. അതാണ് ദുൽഖർനൈൻ. ദുൽഖർനൈനെ കുറിച്ച് നിന്നോട് അവർ ചോദിക്കുന്നു. ആ പേരിന്റെ അർത്ഥം 2 കർണുള്ള ആൾ എന്നാണ്. 2 കർണാൻ കൊമ്പ്, കർണാൻ 2 കൊമ്പ്, ദുൽഖർനൈൻ 2 കൊമ്പുള്ള ആണ് പേര്. എന്താണ് അങ്ങനെ പേര് വരാനുള്ള കാരണം? അല്ലാഹു ആലം. പല അഭിപ്രായങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കി, കിഴക്കും പടിഞ്ഞാറും, ശരിക്കും മകരിവും കീഴടക്കി. ആ അർത്ഥത്തിലാണ് എന്ന് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ കിരീടം അങ്ങനെയായിരുന്നു, 2 കൊമ്പ് പോലെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ കാണാം. അല്ലാഹു ആലം. ഏതായാലും അല്ലാഹു മശാരിഖൽ അർദ് വ മഗാരിബുഹ, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും മുഴുവനും, ഭൂമിയുടെ മുഴുവൻ സ്ഥലങ്ങളും കീഴ്പ്പെടുത്തി കൊടുത്ത ഒരു രാജാവായിരുന്നു ദുൽഖർനൈൻ. അങ്ങനെയുള്ള രാജാക്കന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അവിടത്തേക്ക് അല്ലാഹു ഭൂമിയുടെ മുഴുവൻ അധികാരം കൊടുത്തിട്ടുണ്ടായി, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായി. وحشر لسليمان جنوده من الجن والإنس والطير وهم يوزعون. സുലൈമാന്റെ പട്ടാളം ഒരുമിച്ചുകൂടി, ജിന്നുകളും മനുഷ്യരും പക്ഷികളും അവരൊക്കെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൈന്യത്തിലുണ്ടായി. അള്ളാഹുവാണ് അധികാരവും ആധിപത്യവും ഒക്കെ നൽകുന്നവൻ, അതൂരിയെടുക്കുന്നവൻ റബ്ബാണ്. എല്ലാ അധികാരവും എല്ലാ മുൽക്കും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്. മാ ശാ അല്ലാഹു കാൻ വമാ ശാ വമാ ലം യശാ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചത് നടക്കും, അവൻ ഉദ്ദേശിക്കാത്തതൊന്നും സംഭവിക്കുകയില്ല. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ. പറയൂ നബിയെ, അവിടുത്തെ ദുൽഖർനൈനെ കുറിച്ചുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വഹീ പ്രകാരം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ്, ഇന്നാ നാം മക്കന്ന, നാം തംകീൻ കൊടുത്തു, ലഹു ദുൽഖർനൈന്, ഫിൽ അർദ് ഭൂമി, ഭൂമിയിൽ സൗകര്യപ്പെടുത്തി കൊടുത്തു. വആതൈനാഹു, നാം ദുൽഖർനൈന് നൽകി, മിൻ കുല്ലി ശൈഇൻ സബബ, എല്ലാത്തിന്റെയും സബബ് നൽകി. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഇബ്നു കസീർ പറയുന്നു, എന്താണ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല
പറഞ്ഞതിന്റെ ഉദ്ദേശം ഐ അഅതൈനാഹു മുൽകൻ അളീമൻ മുതമക്കിന, വലിയ മഹത്തായ അധികാരം ദുൽഖർനൈന് അല്ലാഹു നൽകി. ഫീഹി ലഹു മിൻ ജമീഇ മാ യുഅ്തൽ മുലൂക്, രാജാക്കന്മാർക്കുണ്ടാകുന്ന എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഏറ്റവും ഭംഗിയായി നൽകി കൊടുത്തു. മിന തംകീൻ വൽ ജുനൂദ്, ആധിപത്യവും സൈന്യവുമെല്ലാം. ഒരു പേരിന് രാജാക്കന്മാരുണ്ടാവും. ഇപ്പം തന്നെ ചില നാടുകളിൽ അവിടുത്തെ ഭരണം കൈയാളുന്ന വേറെ ആളുകളായിരിക്കും. പക്ഷെ പണ്ടുപണ്ടേ ഉള്ള രാജാവിനെ അല്ലെങ്കിൽ രാജ്ഞിയെ അങ്ങനെ വെറുതെ നിലനിർത്തിയിട്ടുണ്ടാവും. ഒരു പേരിന് കടലാസ് സ്ഥാനം മാത്രം, ചില ചടങ്ങുകൾക്ക് മാത്രം അവരെ കൊണ്ടുവരും. അങ്ങനെ ഉണ്ടല്ലോ. അവരെ മരിക്കുന്നതാണ് പറയുക, രാജാവെന്നാണ് പറയുക. ഇപ്പോ ബ്രിട്ടനിലും അങ്ങനെയുള്ള ചില നാടുകളിലൊക്കെ ഇന്നുള്ളത് പോലെ അവർക്ക് അധികാരമില്ല, പക്ഷെ ഒരു പോസ്റ്ററുണ്ട് എന്നതുപോലെയല്ല. പേരിനുള്ള മലിക്കായിരുന്നില്ല, മറിച്ച് മുഴുവൻ രാജാക്കന്മാർക്കുള്ളത് എല്ലാം അള്ളാഹു കൊടുത്തിരുന്നു. ആലാത്തിൽ ഹർബി വൽ ഹസറാത്ത്, യുദ്ധായുധങ്ങളും അങ്ങനെയുള്ള സംഗതികളുമൊക്കെ. വലിഹാദ മലക്കൽ മശാരിഖ വൽ മഗാരിബ മിനൽ അർദ്, ഇതുകൊണ്ടാണ് ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും എല്ലാം അവിടുന്ന് അതിന്റെ അധികാരം നേടി. വദാനതു ലഹുൽ ബിലാദ്, നാടുകളെല്ലാം ദുൽഖർനൈൻ താണുകൊടുത്തു. വഖദഅതു ലഹു മുലൂകുൽ ഇബാദ്, രാജാക്കന്മാരെല്ലാം താണുകൊടുത്തു. വഖദമതുൽ ഉമം മിനൽ അറബി വൽ അജം, അറബികളും അനറബികളുമെല്ലാം അദ്ദേഹത്തിന്റെ അധികാരത്തിന് കീഴിൽ വന്നു. വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാത്തിന്റെയും സബബ് നാം കൊടുത്തു. എന്താണ് ഈ സബബ് എന്ന് പറഞ്ഞാൽ, പല മുൻഗാമികളും ഇക്രിമ, ഖതാദ തുടങ്ങി താബികളൊക്കെ പറഞ്ഞിട്ടുള്ളത് സബബൻ മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാത്തിന്റെയും സബബ് കൊടുത്തു പറഞ്ഞാൽ യാനി ഇൽമ, എല്ലാത്തിന്റെയും ഇൽമു കൊടുത്തു. ആ ഇൽമിൽപ്പെട്ടതാണ്, ആ ഇൽമിന്റെ ഭാഗമാണ് മനാസിലുൽ അർദി വ അലാമുഹ, ഭൂമിയിലെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നല്ല വിവരം അള്ളാഹു കൊടുത്തിരുന്നു. ഭൂമിയിലെ അടയാളങ്ങൾ, ഓരോ നാടിലേക്കുള്ള വഴികൾ, ഇതൊക്കെ നന്നായി പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുപോലെ ആ ഇൽമിൽ തന്നെ പെട്ട കാര്യമാണ് തഅലീമുൽ അൽസിന, ഭാഷകൾ ദുൽഖർനൈൻ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. ചില സലഫുകൾ പറഞ്ഞു വകാന ലാ യഗ്സു ഖൗമൻ ഇല്ലാ കല്ലമഹും ബിലിസാനി, ഏത് നാടിനെ അദ്ദേഹം കീഴ്പ്പെടുത്തിയാലും ആ നാട്ടുകാരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുമായിരുന്നു. ആര്? ദുൽഖർനൈൻ. അതാണ് ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. ഭൂമി നാം സൗകര്യപ്പെടുത്തി കൊടുത്തു, ഭൂമിയുടെ അധികാരം കൊടുത്തു, എല്ലാത്തിൽ നിന്നും ഇൽമ് കൊടുത്തു. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. വഴികൾ, നാടുകളുടെ അതിലേക്ക് എത്താനുള്ള വഴികൾ, നാട്ടുകാരുടെ ഭാഷ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. ഫഅത്ബഅ സബബ, അങ്ങനെ അദ്ദേഹം അതിലൊരു സബബ് അതിന്റെ പിന്നാലെ പോയി. എന്നാൽ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ഏത് ഭാഗത്തേക്കാണ് സഞ്ചരിച്ചത്? حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا. حتى إذا بلغ دهم سنجرجو حتى إذا بلغ دهم اتند وريكم مغرب الشمس سورا أستمكن استلم. هذا مغرب. മഗ്രിബ് എന്നാൽ അത് ദർഫ് മക്കാനായും ദർഫ് സമാനായും ഉപയോഗിക്കും. ദർഫ് മക്കാൻ, ദർഫ് സമാൻ. ദർഫ് സമാനായി ഉപയോഗിച്ചാൽ എന്താണ് മഗ്രിബിന്റെ അർത്ഥം? പടിഞ്ഞാറ് ഭാഗം. ദർഫ് സമാനായി ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സൂര്യൻ അസ്തമിക്കുന്ന സമയം, മഗ്രിബിന്റെ നേരം. മശ്രിഖ്, മശ്രിഖ് പറഞ്ഞാൽ കിഴക്ക്, കിഴക്കും പടിഞ്ഞാറ്. മശ്രിഖ് മഗ്രിബ്. പിന്നുള്ളത് ഷമാൽ, ജനൂബ്. ഷമാൽ എന്നാൽ വടക്ക്, ജനൂബ് തെക്ക്. ഷമാൽ, ജനൂബ്, മശ്രിഖ്, മഗ്രിബ്, ഇങ്ങനെ 4 ദിക്കുകൾ. ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്തേക്ക് അഥവാ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. എന്നിട്ട് എവിടെ എത്താൻ പറ്റുമോ, എന്നിട്ട് ഭൂമിയിൽ എത്ര അറ്റത്തെത്താൻ പറ്റുമോ അത്രയും എത്തിയെന്ന് ഇബ്നു കസീർ പറഞ്ഞു. ഫസലക തരീഖൻ, അങ്ങനെ അദ്ദേഹം ഒരു വഴിയിലൂടെ പോയി. ഹത്താ വസല ഇലാ അഖ്സാ മാ യുസ്ലകു ഫീഹി മിനൽ അർദ്, ഭൂമിയിൽ എവിടെ എത്താൻ പറ്റുമോ സഞ്ചരിച്ചിട്ടു
അങ്ങനെ അദ്ദേഹം എത്തി നാഹിയത്തൽ മഗ്രിബ്, പടിഞ്ഞാറ് ഭാഗത്തേക്ക്. മഗ്രിബുൽ ആറം, ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗമാണത്. അവിടെ എത്തിയപ്പോൾ അള്ളാഹു പറയുന്നു വജദഹ, അദ്ദേഹം കണ്ടു, വജദഹ അതിനെ കണ്ടു, ഐ വജദ ശംസ് സൂര്യനെ കണ്ടു, തഗ്റുബു അസ്തമിക്കുന്നതായിട്ട്, ഫി ഐനിൻ ഹമിഅത്തിൻ, ഫി ഐനിൻ ഹമിഅത്തിൻ. ഐൻ എന്നാൽ ഒരു നദി, ഐനിന് പല അർത്ഥമുണ്ട്. കണ്ണിന് ഐൻ എന്ന് പറയും, ഒരു ഒഴുകുന്ന വെള്ളത്തിന് ഐൻ എന്ന് പറയും. അതുപോലെ ചില ഭരണകൂടങ്ങൾ ചാരന്മാരെ നിയമിക്കുമല്ലോ ശത്രു രാജ്യത്ത്, അതുപോലെ അതിന് ഐൻ എന്ന് പറയും. സ്പൈ എന്ന അർത്ഥത്തിന് എന്ത് പറയും? ഐൻ. അയാളെ ഐൻ, കാരണം അയാളെ ഒരു ഐനിന്റെ മക്കാമാണ് അയാൾക്കുള്ളത്. ഐനിന്റെ കണ്ണിന്റെ ജോലിയാണ് അയാൾ നിർവഹിക്കുന്നത്. പല അർത്ഥത്തിൽ ഐൻ ഉപയോഗിക്കാറ്. അതുപോലെ പ്രധാനപ്പെട്ട ആൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറ്. അയാളെ നാട്ടിലെ പ്രധാനപ്പെട്ട ആള്, അതിന് അയാൾ ആ നാട്ടിലെ ഐനാണെന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട അവയവമാണല്ലോ ഐൻ. അതും അങ്ങനെ ഇദ്ദേഹം ചെന്നപ്പോൾ ഇദ്ദേഹം സൂര്യനെ കണ്ടു. തഗ്റുബു ഐനിൻ, ഒരു ഐനിൽ അഥവാ ഒരു നദിയിൽ അത് അസ്തമിക്കുന്നതായിട്ട്. എങ്ങനത്തെ നദിയാണത്? ഹമിഅത്തിൻ. ഹമിഅ എന്നാൽ അത് ഹംഅ എന്ന വാക്കാണ്, അഥവാ തീനാണ് ഉദ്ദേശം. തീൻ, ചെളി, കറുത്ത ചെളിമണ്ണ്. കളിമണ്ണിന് അള്ളാഹു മനുഷ്യനെ പഠിച്ചത് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ഇന്നി ഖാലിഖും ബശറൻ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. അതേ വാക്കാണ് ഇവിടെ. ഐനിൻ ഹമിഅത്തിൻ, ഒരു ചെളിവെള്ളത്തിൽ, കറുത്ത മണ്ണുള്ള ചെളിവെള്ളത്തിൽ, കളിമണ്ണ് എന്ന് പറയുന്ന അതിൽ അസ്തമിക്കുന്നതായി, അതിലേക്ക് താണുപോകുന്നതായി കണ്ടു എന്ന് പറഞ്ഞാൽ ഇബ്ൻ കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അതെന്താണ്? അത് അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ തഗ്റുബു ഫിൽ ബഹ്റിൽ മുഹയ്യത്ത്, ബഹ്റുൽ മുഹയ്യത്തിൽ അത് താണുപോകുന്നതായി കണ്ടു, ആ കടലിൽ. വഹാദാ ശഅ്നു കുല്ലി മൻ ഇൻതഹ ഇലാ സാഹിലിഹി, അതിന്റെ ആ തീരത്ത്, ആ കടലിന്റെ തീരത്തെത്തിയാൽ എല്ലാവർക്കും ഇങ്ങനെയാണ് കാണുക. യറഹ കഅന്നഹ തഗ്റുബു ഫീ, താണുപോകുന്നതായിട്ടാണ് കാണുക. യഥാർത്ഥത്തിൽ സൂര്യൻ കടലിൽ താണുപോകുന്നതല്ല, മറിച്ച് സൂര്യൻ അള്ളാഹുവിന്റെ അർശിന് താഴെ പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂദർ, സഹീഹ് ബുഖാരിയിൽ കാണാം, ഈ സൂര്യൻ എങ്ങോട്ടേക്കാണ് വൈകുന്നേരമാകുമ്പോൾ പോകുന്നതെന്ന് നിനക്കറിയുമോ? അബൂദർ പറഞ്ഞു, അള്ളാഹുവിനറിയാം, എന്റെ റസൂലിനറിയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹുവിന്റെ അർശിന് താഴേക്ക് പോവുകയാണ്, സുജൂദ് ചെയ്യാൻ പോകുന്നതാണ്. എന്നിട്ട് പോയി അർശിന് താഴെ സുജൂദ് ചെയ്യും, അതാണ് അസ്തമയം. പിറ്റേന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നീ പോയിക്കോളൂ, കിഴക്ക് ഭാഗത്തൂടെ പോയിക്കോളൂ. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി കിട്ടിയാൽ കിഴക്ക് ഭാഗത്തേക്ക് പോയി ഉദിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ നടക്കും. ഖിയാമത്ത് നാളായ അള്ളാഹു പറയും, പടിഞ്ഞാറ് ഭാഗത്ത് പോയി ഉദിക്കൂ. സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത്. സയൻസ് നമുക്ക് എന്ത് പറഞ്ഞെന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇങ്ങനെ രാവും പകലും ഉണ്ടാകുന്നത് ഇങ്ങനെയാണെന്നാണ്. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ രാവും പകലും ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ സൂര്യൻ ആണ് സഞ്ചരിക്കുന്നത്, സൂര്യനും ചന്ദ്രനുമാണ് സഞ്ചരിക്കുന്നത്. ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുടെ നസ്സ് വ്യക്തമാക്കുന്ന കാര്യമാണ്. അല്ലാതെ ഭൂമി കറങ്ങുന്നുകൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത് എന്നത് തെറ്റാണ്, ശരിയല്ല. എത്ര ആളുകൾ പറഞ്ഞാലും അള്ളാഹുവിന്റെ ഖൗൽ അതിനേക്കാൾ വമൻ അസ്ദഖു മിൻ അല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാളും സത്യം ആര് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് സംസാരിക്കുന്നതാണ്. നമ്മള് പല ആളുകളുടെയും രീതിയാണ്, അവർ ഖുർആൻ ശരിയാണ് എന്നതിന് തെളിവായിട്ട് എന്ത് കണ്ടുപിടിക്കും? സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിരിക്കും, അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഖുർആൻ ശരിയാണ്. അപ്പൊ ശരിയാണെന്ന് യാതൊരു സംശയമില്ലാത്തത് ഏതാ? സയൻസാണ്. അതാണ് അസിൽ ആളുകൾക്ക്. അത് വെച്ച് ഇത് സത്യമാണെന്ന് തെളിയിക്കണം. ഇത് തലതിരിഞ്ഞ ഏർപ്പാടാണ്. അള്ളാഹു പറഞ്ഞതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചാൽ അവർക്ക് നല്ലതാണ്, അവർക്ക് നല്ലത്. അല്ലാതെ അള്ളാഹുവിന്റെ കിതാബ് അത് തെറ്റുകയില്ല, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗൽ തെറ്റുകയില്ല. എത്ര ആളുകൾ പറഞ്ഞാലും
എത്ര ആളുകൾ എന്ത് പറഞ്ഞാലും ചില ആളുകളുടെ വിചാരം സയൻസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാത്തൊരു സംഗതിയാണെന്ന്. ഒരിക്കലുമല്ല. അത് ഖത്ഈയല്ല, നളരിയാണ്. ഖത്ഈയായ ഒരു ഇൽമല്ല, അത് നളരിയായ ഇൽമാണ്. ഖത്ഈയായ എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായ ഇൽമ്, തെറ്റാത്ത ഇൽമ് അതല്ല അത്. പക്ഷെ നളരിയാണ്, ആളുകളുടെ വീക്ഷണത്തിനനുസരിച്ച് ഉള്ളത്. അതുകൊണ്ട് അത് മാറും. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. കുട്ടികളോട് ചോദിച്ചു, പലതും മാറ്റിയിട്ടാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഇനി നാളെ വേറെ മാറ്റും. ഇതാണ് സയൻസിന്റെ കാര്യം. കാരണം അത് മനുഷ്യൻ നോക്കി കണ്ടുപിടിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ കലാം അത് തെറ്റുകയില്ല. അള്ളാഹു ഖൗൽ തെറ്റുകയില്ല. അതിൽപ്പെട്ടതാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്. ഇതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ സ്കൂളിൽ പണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, ഗ്ലോബ് ഇങ്ങനെ വെച്ച് ഒരു ടോർച്ച് അടിക്കും. എന്നിട്ട് പറയും ഇപ്പോ ടോർച്ചിന്റെ വെളിച്ചം എവിടെയാണ് തട്ടുന്നത്, അവിടെ പകൽ. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു, ഇപ്പോ അവിടെ രാത്രിയായി, ഇപ്പുറത്തെ ഭാഗത്ത് പകലായി. ഇങ്ങനെയാണ് പഠിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ പറഞ്ഞു എന്താണ്, സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് പറഞ്ഞെടുത്താണ് തജ്രി, സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. അശ്ശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ സഞ്ചരിക്കുന്നു. ഭൂമിയെ കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുള്ള എന്താ, ജഅലൽ അർദ ഖറാറ, അള്ളാഹു ഭൂമിയെ ഖറാറാക്കിയിരിക്കുന്നു. ഖറാർ എന്നാൽ തന്നെ ചലിക്കാത്തതെന്നാണ്, മിണ്ടാതിരിക്കുന്നത്, അനങ്ങാതിരിക്കുന്നത്. അതിന്റെ മുഫസ്സിറുകൾ തഫ്സീർ കൊടുത്തിട്ടുള്ള എന്താണ്, മുൻഗാമികൾ ഗൈറു മുഫ്തരിബ, അത് അനങ്ങാത്തതാണ്, ചലിക്കാത്തതാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞ എല്ലാവർക്കും അറിയില്ല, ഭൂമിയിൽ അള്ളാഹു പ്രവാസി ആണികളായി പർവ്വതങ്ങളെ നാട്ടി, അൻ തമീദ ബിക്കും, ഭൂമി നിങ്ങളെ കൊണ്ട് ഇളകാതിരിക്കാൻ. അള്ളാഹുവിന്റെ കലാമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് നമ്രൂദിനോട് പറഞ്ഞത്, فإن الله يأتي بالشمس من المشرق فأتي بها من المغرب. എന്റെ റബ്ബ് അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരും, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോവാ. ഭൂമി അങ്ങോട്ട് തിരിക്കും, നീ ഇങ്ങോട്ട് തിരിക്കും എന്നല്ല പറഞ്ഞത്. കിഴക്ക് നിന്ന് കൊണ്ടുവരും, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരൂ. അള്ളാഹുവിന്റെ കലാമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നേരത്തെ പറഞ്ഞ അബൂദറിന്റെ ഹദീസ്, സൂര്യൻ എവിടെയാണ് പോകുന്നത്. അതുപോലെ യൂശ ഇബ്നു നൂൻ, നമ്മൾ പഠിച്ച യൂശ ഇബ്നു നൂൻ ഉണ്ടല്ലോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്ത യൂശ ഇബ്നു നൂൻ, അദ്ദേഹം പിന്നീട് നബിയായി. സഹീഹുൽ ബുഖാരിയിൽ കാണാം എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നബി പിന്നീട് ഒരു യുദ്ധം ചെയ്തു. ഖസാ നബിയ്യുൻ മിനൽ അംബിയ, ഈ നബി ഒരു യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തീർക്കണം, അവസാനിക്കണം. അങ്ങനെ അസ്തമിക്കാറായപ്പോൾ അദ്ദേഹം സൂര്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നക്കി മഅ്മൂറ വ ഇന്നി മഅ്മൂർ, നിന്നെ എന്നോട് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ചാണ് നീ സഞ്ചരിക്കുന്നത്, ഞാനും അങ്ങനെയാണ്, അള്ളാഹ് കൽപ്പിച്ചതിനനുസരിച്ചാണ് ഞാനും സഞ്ചരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, സൂര്യനെ പിടിച്ചു വെക്കുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സൂര്യനെ പിടിച്ചു വെച്ചു. അത് അസ്തമിക്കുന്നതിന് മുമ്പ് യുദ്ധം തീർത്തു. യഥാർത്ഥത്തിൽ ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് രാവും പകലുണ്ടാകുന്നെങ്കിൽ അള്ളാഹ് ഭൂമിയെ പിടിച്ചു വെച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സൂര്യനെ പിടിച്ചു വെച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹീഹ് ബുഖാരിയിൽ ഉള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള നിരവധി ഹദീസുകൾ, അതുപോലെ ഖുർആനിലും ഹദീസിലുമുള്ള കാര്യം അള്ളാഹു പറഞ്ഞതാണ് ശരി. അള്ളാഹു പറഞ്ഞില്ല, മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തു മുത്തഖിദൽ മുദല്ലിന അദുദ. ആകാശഭൂമികളെ പടക്കുന്നതിൽ ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ല. ആകാശഭൂമികളുടെ പടപ്പ്, സൂര്യന്റെ ചന്ദ്രന്റെ കാര്യങ്ങൾ റബ്ബ് പറഞ്ഞതാണ് ഏറ്റവും ശരി. ആളുകൾ എന്ത് പറഞ്ഞാലും ശരി. ഇനി വേറൊരു കാര്യം, നമുക്ക് അത്ര അറിയാത്തൊരു കാര്യം, ഈ സയന്റിസ്റ്റുകളിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഖുർആന്റെയും ഹദീസിന്റെയും അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടാത്തൊരു കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ ജർമ്മനിയിൽ നിന്നുള്ള ചില സയന്റിസ്റ്റുകളുടെ കൗലെടുത്ത് ഉദ്ധരിക്കുന്നു. അവർ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെ കൗല് നമുക്ക് രേഖയായതുകൊണ്ട് പറയുന്നതല്ല. പക്ഷെ പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ധാരണ ഉണ്ട്. തെറ്റാണ്, അങ്ങനെയല്ല. പിന്നെ ചില അറിയപ്പെട്ട ചില സയൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ചില ബോഡികളുണ്ടല്ലോ, അറിയപ്പെട്ട ചില ബോഡികൾ, അവരുടെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ അവർ ചില അസുഖങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് പൊളിഞ്ഞ അതിന്റെ മുകളിൽ കെട്ടിപ്പടുത്തിട്ടുള്ള പല നിയമങ്ങളെല്ലാം പൊളിയും.
അതുകൊണ്ട് ചിലത് അവർക്ക് മനസ്സിലായാലും പറയുകയില്ല. കാരണം അതിന്റെ മുകളിലാണ് ഒരുപാട് നിയമങ്ങൾ അവർ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. പൊളിഞ്ഞെല്ലാം പൊളി, അതുകൊണ്ട് പറയുകയില്ല. അപ്പോ നമ്മള് അള്ളാഹുവിന്റെ കലാം സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ന അതാണ് ഏറ്റവും ശരിയെന്ന് നമ്മൾ വിശ്വസിക്കും. ഇവിടെ സൂര്യൻ ഈ ചളിയിൽ താഴ്ന്നു പോകുന്നത്, വെള്ളത്തിൽ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാഴ്ച. കാണുന്ന ആൾക്ക് അങ്ങനെയാണ് കാണുക. അദ്ദേഹം കണ്ടു അതിന്റെ അരിയിൽ കൗമൻ, ഒരു കൂട്ടരെ, ഒരു കൗമിനെ കൊണ്ട് ഒരു കൂട്ടം ആളുകളെ കണ്ടു. അള്ളാഹു പറയുന്നു, നാം പറഞ്ഞു, യാ ദുൽ ഖർനൈൻ, ഓ ദുൽ ഖർനൈൻ, ഇമ്മ അൻ തുഅദ്ദിബ്, ഒന്നുകിൽ നീ അവരെ ശിക്ഷിക്കുക, വ ഇമ്മ, അല്ലെങ്കിൽ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന, അവരിൽ താങ്കൾ നന്മ സ്വീകരിക്കുക, നന്മ അവരോട് ചെയ്യുക എന്ന് ദുൽഖർനൈനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അപ്പോ ദുൽഖർനൈനിന്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാം, ദുൽഖർനൈൻ മുസ്ലിമായ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു എന്ന് നമുക്ക് ദുൽഖർനൈനിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫഉരിഫ അദ്ലുഹു വ ഈമാനുഹു ഫീമാ അബ്ദാഹു അദ്ലഹു വ ബയാനഹു. ദുൽഖർനൈന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദുൽഖർനൈന്റെ ഈമാൻ, ദുൽഖർനൈൻ മുസ്ലിമായിരുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? ഖാല അമ്മാ മൻ ളലമ, ആരാണ് ദുൽമ ചെയ്തത്? ഏറ്റവും വലിയ ദുൽമ ശിർക്കാണ്. ആരാണ് ദുൽമ ചെയ്തത്? ഫസൗഫ നുഅദ്ദിബുഹു, നാം അവനെ ശിക്ഷിക്കും. സുമ്മ യുറദ്ദു, എന്നിട്ട് അവൻ മടങ്ങിപ്പോകും. ഇലാ റബ്ബിഹി, അവന്റെ റബ്ബിലേക്ക്. ഫയുഅദ്ദിബുഹു, അപ്പോൾ റബ്ബ് അവനെ ശിക്ഷിക്കും. അദാബൻ നുക്റ, അദാബൻ നുക്റ എന്നാൽ ഐ ശദീദൻ ബലീഗ, വേദനയേറിയ കടുത്ത അദാബ് അള്ളാഹു അവനെ ശിക്ഷിക്കും. വാലിമിനെ നാം ശിക്ഷിക്കൂടെ, അവനെ കൊന്നുകളയും. പരലോകത്ത് അവൻ ചെന്നാൽ അള്ളാഹു അവനെ ശിക്ഷിക്കും. അമ്മാമൻ ആമൻ, എന്നാൽ മുഅ്മിനായവൻ, അവനാണ് യഥാർത്ഥത്തിൽ അവന്റെ ബാധ്യത നിറവേറ്റത്. കാരണം റബ്ബാണ് അവനെ പഠിച്ചത്. ആ റബ്ബിന്റെ ഭൂമിയിൽ ജീവിച്ച് റബ്ബിന്റെ ദീനല്ലാത്ത ദീനിൽ അവനെങ്ങനെ വിശ്വസിക്കും? അവനെന്ത് സ്വാതന്ത്ര്യമാണ് ഇതിനുള്ളത്? അള്ളാഹു പടച്ച റബ്ബ് അവന്റെ ദീനിൽ വിശ്വസിക്കാതിരിക്കാൻ മനുഷ്യരെന്ത് ന്യായം? അതുകൊണ്ട് അമ്മാമൻ ആമന, ആരാണോ ഈമാനുള്ളത്, വആമില സാലിഹൻ, സാലിഹ് പ്രവർത്തിക്കുകയും ചെയ്ത് നന്മ പ്രവർത്തിക്കുകയും ചെയ്തത്, ഫലഹു, അവനുണ്ട് ജസാഅനിൽ ഹുസ്ന, ജസാഅൻ പ്രതിഫലം, അൽ ഹുസ്ന ഏറ്റവും നല്ല പ്രതിഫലം, അതായത് സ്വർഗമുണ്ട്. അവനോട് വസനഖൂലു ലഹു, നാം അവനോട് പറയും, മിൻ അംരിനാ യുസ്റ, നമ്മുടെ കാര്യത്തിൽ നിന്ന് യുസ്റൻ, എളുപ്പമുള്ളത് എന്ന് പറഞ്ഞാൽ മഅറൂഫൻ, ഖൈർ നാം അവനോട് പറയും. ഇതാണ് ഞാൻ ഇവരെ ചെയ്യുക എന്ന് ദുൽഖർനൈൻ പറഞ്ഞു. അത് നമുക്ക് മനസ്സിലാക്കാം. റബ്ബിലേക്ക് തിരിച്ചു പോകും, അപ്പൊ റബ്ബ് ശിക്ഷിക്കും. ഏറ്റവും നല്ല പ്രതിഫലം റബ്ബിങ്കലുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ദുൽഖർനൈൻ പരലോകത്തിൽ വിശ്വസിച്ച മുസ്ലിമായ ഖൈറായ ആളായിരുന്നു. അള്ളാഹു പറയുന്നു, സുമ്മ അത്ബഅ സബബ, പിന്നെ അദ്ദേഹം വേറൊരു സബബിന്റെ പിന്നാലെ പോയി, അതാ വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ചു. ഹത്താ ഇദാ ബലഗ മത്ലഅ അശ്ശംസ്, നേരെ എതിർഭാഗത്താണ് സഞ്ചരിച്ചത്. ഹത്താ ഇദാ ബലഗ മത്ലഅ അശ്ശംസ്, മത്ലഅ എന്നാൽ തലഅ, ഉദിച്ചു, മത്ലഅ ഉദിക്കുന്ന ഭാഗം, അഥവാ കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചു. അപ്പോൾ വജദഹ, സൂര്യൻ അദ്ദേഹം കണ്ടു, തത്ലുഉ, ഉദിക്കുന്നതായി, അലാ ഖൗമിൻ, ഒരു കൂട്ടം ആളുകളുടെ മുകളിൽ, ലം നജഅൽ ലഹും, നാം അവർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല, മിൻ ദൂനിഹ സിത്ര, സൂര്യനിൽ നിന്നൊരു സിത്ര നാം അവർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ദുൽഖർനൈൻ ഭൂമിയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച ആളായിരുന്നു എന്നത് പഠിപ്പിക്കാൻ ഇതിലൂടെ. കിഴക്ക് ഭാഗത്തേക്ക് പോയി, അവിടെ എത്താൻ പറ്റുന്ന അങ്ങേയറ്റത്തെത്തി. അവിടെ എന്താണ് കാണുന്നത്? അവിടെ കാണുന്നത് ഒരു കൂട്ടം ആളുകൾ, അവർക്ക് സൂര്യനിൽ നിന്ന് മറയില്ല എന്ന് പറഞ്ഞാൽ അവിടെ മരങ്ങളും അതുപോലെ സൂര്യനിൽ നിന്ന് മറക്കാൻ പറ്റിയ പർവ്വതങ്ങൾ അതുപോലുള്ള ഇടുപ്പുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നു. കദാലിക വഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബറ, കദാലിക അങ്ങനെയാണ്, വഖദ് അഹത്നാ നാം ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നു, നാം അറിഞ്ഞിരിക്കുന്നു, ബിമാ ലദൈഹി അദ്ദേഹത്തിന്റെ അടുക്കലുള്ള ഖുബറ വിവരം. ഈ ഭൂമി മുഴുവൻ സഞ്ചരിച്ച ദുൽഖർനൈൻ, മനുഷ്യരായ ആളുകൾക്ക് ദുൽഖർനൈനിന്റെ വിശദാംശങ്ങൾ സൂക്ഷ്മമായ വിവരം അറിയണ്ടാവും. ഒരു നാട്ടിൽ തന്നെ എപ്പോഴും താമസിക്കുന്ന ഒരാളെ കുറിച്ച് ആളുകൾക്ക് അറിയണ്ടാവും. അതല്ല, പല നാട്ടിൽ ഇങ്ങനെ പോകുന്ന ആളെ കുറിച്ച് പൊതുവെ നമ്മളെന്ത് പറയും? ആളത് ഈ നാട്ടിലുണ്ടാവില്ല, ആളെ ഹാല് നമുക്ക് അറിയില്ല.
ഭൂമി മുഴുവൻ സഞ്ചരിച്ച ആളാകട്ടെ, റബ്ബിന്റെ അരികിൽ അവനെ കുറിച്ച് ഖുബ്റൻ വ്യക്തമായ സൂക്ഷ്മമായ വിവരമുണ്ട്. വഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റ, അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരം നാം ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതാ അല്ലാഹു പറയുന്നു ثم أتبع سببا ثم أتبع سببا, അദ്ദേഹം വീണ്ടും സഞ്ചരിച്ചു മറ്റൊരു വഴിയിലൂടെ. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكنني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا. ഇത് ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നു അദ്ദേഹം ചെന്നു, എന്നിട്ട് എവിടെയാണ് എത്തിയത്? വേറൊരു നാട്ടിലാണ്. ഏത് ഭാഗത്താണത്? അള്ളാഹു ആലം. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ, രണ്ട് സദ്ദുകൾക്ക് നടുവിലെത്തി. രണ്ട് വളരെ വലുപ്പമുള്ള പർവ്വതങ്ങളാണ് സദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സദ് എന്ന് പറഞ്ഞൊരു മറയാണ്. അപ്പുറത്ത് നിന്ന് വരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രണ്ട് വലിയ പർവ്വതങ്ങൾ, അതിന്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ അദ്ദേഹം എത്തി. വജദ മിൻ ദൂനിഹിമ, അതിന്റെ രണ്ടിന്റെയും നടുവിൽ അതിന് താഴെ, ആ പർവ്വതത്തിന് താഴെ, രണ്ട് പർവ്വതങ്ങൾക്ക് താഴെ അദ്ദേഹം കണ്ടു ഖൗമൻ, ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവരുടെ പ്രത്യേകത എന്താണ്? ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, ഖൗൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഭാഷ മനസ്സിലാക്കാൻ അവർക്ക് വളരെ പ്രയാസമാണ്. എന്താണ് കാരണം? അവര് അത്രയും അകലത്തിലാണ്, ജനങ്ങളിൽ നിന്ന് വിട്ടിട്ടാണ് താമസിക്കുന്നത്. ഭൂമിയുടെ ഏതോ ഒരറ്റത്താണ് ഇതുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് പർവ്വതങ്ങളും അതിന്റെ നടുവിലുള്ള ഈ വിടവും ഈ ഖൗമും. അങ്ങനെ ഖാലു, അവർ ദുൽഖർനൈനോട് പറഞ്ഞു, യാ ദൽ ഖർനൈൻ, ഓ ദുൽഖർനൈൻ, ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്. യഅജൂജ് മഅജൂജ് അവരാരാണ്? മുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. യഅജൂജ് മഅജൂജ് എന്നാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വിഭാഗമാണ്, മനുഷ്യരാണ് അവർ. ആ വിഭാഗത്തിന്റെ പേരെന്താണ്? യഅജൂജ് മഅജൂജ്. അവർ ഒരുപാട് ആളുകളുണ്ട്, വലിയ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ്. ഈ രണ്ട് പർവ്വതങ്ങളുടെ അപ്പുറത്താണ് അവരുടെ താമസം. ഇവരെന്ത് ചെയ്യും? ഇടക്കിടക്ക് ഈ വടവിലൂടെ ഈ ഖൗമിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവരെ നശിപ്പിച്ചിട്ട് ഒരുപാട് ആളുകളെ കൊന്ന് കൃഷിയും കുട്ടികളെയും ഒക്കെ നശിപ്പിച്ച് തിരിച്ചു പോകും. ഇങ്ങനെ ഇടക്കിടെ ഫസാദ് ഉണ്ടാക്കി പോകുന്ന ഒരു ഖൗമാണ് ആര്? യഅജൂജ് മഅജൂജ്. ഖിയാമത്ത് നാൾ അടുത്താൽ അവരുടെ എണ്ണം വളരെ വലിയ എണ്ണം, ഒരുപാട് ആളുകളുമായി അവരെന്ത് ചെയ്യും? ഭൂമിയിലേക്ക് ഒന്നാകെ വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വിശദീകരിക്കാം. അവസാന കാലത്ത് വരാനുള്ള ഒരു ഖൗമാണ്. അള്ളാഹു അവരെ ഒന്നടങ്കം ഒറ്റയടിക്ക് നശിപ്പിച്ചു കളയും. പിന്നീട് ഭൂമി മുഴുവൻ അവർ നടക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഭൂമിയിൽ ഉണ്ടാവും. ദജ്ജാലിന് ശേഷമാണ്. ഈസാ നബിയും മുഅ്മിനുകളും ഒരു പർവ്വതത്തിൽ അവിടെ തടയപ്പെടും, പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ. കാരണം ഭൂമി മുഴുവൻ ഇവരാണ്. എല്ലാം തിന്നു തീർക്കും. തബരി ആ തടാകം കുടിച്ചു തീർക്കും. ഒരു തടാകമുണ്ട് വലുത്, കുടിച്ചു തീർക്കും. മുന്നിലുള്ള കൗമ കുടിക്കും. ബാക്കിലുള്ള കൗമ അവിടെ എത്തിയാൽ പറയും, ഇവിടെ ഒരു തടാകം ഉണ്ടായിരുന്നല്ലോ, അവരെന്നെ. അങ്ങനെ നാശമുണ്ടാക്കുന്ന ഒരു കൗം. ഭൂമിയിലുള്ളത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ആകാശത്തേക്ക് അമ്പുകൾ എറിയും. അവരുടെ അമ്പുകൾ ചോരയുമായി തിരിച്ചു വരും. പറഞ്ഞാൽ മുകളിലും ഫസാദ് ഉണ്ടാക്കുന്നതാണ്. മുകളിൽ എന്താണോ ജന്തുക്കളുള്ളത്, പറവകളുള്ളത്, അങ്ങനെയും അവർ ഫസാദ് ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനുകൾ ദുആ ചെയ്താൽ അവരെ നശിപ്പിക്കാൻ, ഈ വലിയ ഫസാദിന്റെ ആളുകൾ അല്ലാഹു നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയ പുഴുവിനെ അയച്ചിട്ടാണ്. എല്ലാവരുടെയും കഴുത്തിൽ പിടിക്കും. ഒറ്റ ഒരാൾ മരിക്കുന്നത് പോലെ ഈ മഹാഭൂരിപക്ഷം വരുന്ന ഈ ഖൗം ഒന്നടങ്കം മരിച്ചു വീഴും എന്നാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറയാം. ഈ ഖൗം ഇന്നും ഭൂമിയിലുണ്ട്, ഇന്നുണ്ട്. അള്ളാഹു ഖുർആൻ ഇത് ദുൽഖർനൈന്റെ കാലത്തുണ്ട്. ദുൽഖർനൈൻ പണ്ടുകൊണ്ട് ജീവിച്ച ആളാണ്. അങ്ങനെ ഈ ഖൗമിനെ കുറിച്ച് ഇവർ പറഞ്ഞു, ഇവർ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഓ ദുൽഖർനൈൻ, ഫഹൽ നജഅലു ലക ഖർജൻ, ഞങ്ങൾ താങ്കൾക്ക് ഒരു ഖർജ് ഏർപ്പെടുത്തി തരട്ടെ. ഖർജ് എന്നാൽ ഒരു
തുക, ഖറാജ് എന്ന് പറയും. ഈ ടാക്സിന് ഖറാജ് എന്ന് പറയാറ്. ഫഹൽ നജഅലു ലക ഖർജൻ, ഞങ്ങൾ താങ്കൾക്ക്, അതായത് മാലൻ അലീം, കുറെ പൈസ നിങ്ങൾക്ക് തരട്ടെ. എന്തിനു വേണ്ടിയാണ്? അല അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ, അല അൻ തജഅൽ, താങ്കൾ നിർമ്മിക്കണം, ബൈനനാ വബൈനഹും സദ്ദ, നമുക്കും അവർക്കും ഇടയിൽ ഒരു സദ്, ഒരു മറ നിങ്ങൾ നിർമ്മിക്കണം, ചുമര് നിർമ്മിക്കണം, ഇങ്ങോട്ട് കടക്കാൻ പാടില്ല. ദുൽഖർനൈൻ അത് സാധിക്കും, അവരെ രക്ഷിക്കാൻ സാധിക്കും എന്ന് അവർക്ക് തോന്നി സഹായം തേടുകയാണ്. അപ്പൊ ദുൽഖർനൈൻ അദ്ദേഹം വളരെ ഖൈറായ മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഖർജ് തരണ്ട. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ, എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന സൗകര്യം അത് തന്നെ ഖൈറാൻ, നിങ്ങളെ വക എനിക്കൊന്നും വേണ്ട. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫഅഈനൂനി ബിഖുവ്വതി, നിങ്ങൾ നിങ്ങളുടെ ഖുവ്വത്ത് കൊണ്ട് എന്നെ സഹായിക്കുക, ഈ സദ് ഉണ്ടാക്കാൻ, തടസ്സം ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുക. ഞാൻ തടസ്സം ഉണ്ടാക്കി തരാം, അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ആൾക്കവരെ ഞാൻ തടസ്സപ്പെടുത്താം. ഫഅഈനൂനി ബിഖുവ്വ, ഖുവ്വത്ത് കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക, അതോ അധ്വാനം കൊണ്ട് സഹായിക്കൂ. അഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ, ഞാൻ ഉണ്ടാക്കാം, ബൈനകും വബൈനഹും റദ്മ, നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഞാൻ ഒരു ചുമരുണ്ടാക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആതൂനി, എനിക്ക് കൊണ്ടുവന്നു തരൂ, സുബർ അൽ ഹദീദ്, ഹദീദിന്റെ സുബർ. ഹദീദ് എന്നാൽ എന്താണ്? ഹദീദ്, ഇരുമ്പ്. അള്ളാഹു നമുക്ക് നിഅമത്തായി ഇറക്കി തന്നതാണ് ഇരുമ്പ്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട് ഹദീദ്, ഫഅൻസൽനാ അൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ് വമനാഫിഉ ലിന്നാസ്. അള്ളാഹു ഇറക്കി തന്ന അവന്റെ നിഅമത്താണ് ഹദീദ്. ഹദീദിന്റെ കഷ്ണങ്ങൾ നിങ്ങൾ കൊണ്ടുവരൂ. എന്നിട്ട് എന്ത് ചെയ്തു? ഹത്താ ഇദാ സാവാ ബൈന സദഫൈൻ, ആ രണ്ട് മലകൾക്കിടയിലുള്ള വിടവിൽ എന്തു ചെയ്തു? ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ഒന്നാകെ വെച്ച് നിറച്ചു. നിറച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാലം ഫുഹു, നിങ്ങൾ ഊതു. ഊതാൻ പറഞ്ഞാൽ അവിടെ ഉദ്ദേശം വെറും ഊത്തല്ല, മറിച്ച് എന്താണ്? ഔഖിദു അന്നാർ, തീ കത്തിക്കുന്നതാണ്. ഫുഹു എന്ന് പറഞ്ഞാൽ ഊത എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ്? തീ കത്തിക്കും. അങ്ങനെ ഇരുമ്പ് മുഴുവൻ നിറച്ചിട്ട് എന്തു പറഞ്ഞു? തീ കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ഇരുമ്പ് മുഴുവൻ കത്തിച്ചപ്പോൾ, അത് കത്തുമ്പോൾ എന്തു പറഞ്ഞു? ദുൽഖർനൈൻ പറഞ്ഞു, ഹത്താ ഇദാ ജഅലഹു നാറ, അങ്ങനെ അദ്ദേഹം ആ ഇരുമ്പ് മുഴുവൻ തീയാക്കി മാറ്റിയപ്പോൾ, ഖാല, ദുൽഖർനൈൻ പറഞ്ഞു, ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്ര, നിങ്ങൾ കൊണ്ടുവന്നു തരൂ. ആതൂനി ഖിത്രൻ, ഖിത്ര കൊണ്ടുവന്നു തരൂ. എന്താണ് ഖിത്ര? ഖിത്ര എന്നാൽ നുഹാസാണ്. നുഹാസ് എന്ന ചെമ്പ്, ചെമ്പ് കൊണ്ടുവരും. അത് ഉഫ്രിഗ അലൈഹി, അതിനു മുകളിൽ ഞാൻ ഒഴിക്കാം. ഉരുക്കിയ അലിഞ്ഞ ദ്രാവക രൂപത്തിലായ ചെമ്പ് ഈ കത്തിച്ച ഇരുമ്പിന്റെ മുകളിൽ ഒഴിച്ചു. അപ്പൊ എന്തായി? എങ്ങനത്തെ ചുമരുണ്ടായി? അവർക്ക് സാധിച്ചില്ല, യജൂജ് മഅജൂജിന് സാധിച്ചില്ല. അത് ചാടിക്കടക്കാൻ സാധിച്ചില്ല. അവർക്ക് സാധിച്ചില്ല ലഹു, ആ ചുമരിനെ നഖ്ബൻ, തുളയുണ്ടാക്കാൻ. തുളച്ച് ധാരമുണ്ടാക്കി വരാനും കഴിയില്ല, ചാടിക്കടക്കാനും കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇത് വഴുവഴുപ്പുള്ള ചുമരാണ്, വഴുവഴുപ്പാണിത്. വഴുവഴുപ്പുണ്ടാകുന്നത് പറ്റില്ല, കയറാൻ കഴിയില്ല. ഇരുമ്പ് ചമ്പ് ഉരുക്കിയിട്ടുണ്ടാക്കിയതാണ്, തുളയുണ്ടാക്കാനും കഴിയില്ല. ഇങ്ങനെ ഒരു ചുമർ ദുൽഖർനൈൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പിന്നീട് പറയാം. ദുൽഖർനൈൻ അത് ഉണ്ടാക്കി കൊടുത്തു. ഇനി അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം റസൂലുള്ള ബേജാറായി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറായിട്ട് സൈനബ് റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ് മിൻ ശർരിൻ ഖദ് ഇഖ്തറബ്, ശർർ അടുത്തു വന്നിരിക്കുന്നു, അറബികൾ നശിക്കാറായിരിക്കുന്നു. ഇന്ന് യജൂജ് മഅജൂജിന്റെ അവർക്കിടയിലുള്ള ഈ മതിലിൽ ഇതാ ഇങ്ങനെ ഒരു ഓട്ടയുണ്ടായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാളാകുമ്പോൾ അവരത് തകർക്കും, എന്നിട്ട് വരുന്ന അതിന്റെ ഖിയാമത്ത് നാളിന്റെ തൊട്ടു. അപ്പൊ ഇങ്ങനെ ഒരു ചുമര ഇവിടെ ഉണ്ട്, നമ്മൾ ഈ താമസിക്കുന്ന ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പോ അത് നമുക്ക് മനസ്സിലാക്കാം, ഭൂമിയിൽ എല്ലാ സ്ഥലവും ഒന്നും മനുഷ്യരെത്തിയിട്ടില്ല എന്ന് നമുക്ക് അത് മനസ്സിലാക്കാം. അപ്പൊ എല്ലാ സ്ഥലവും ആളുകൾ കണ്ടിട്ടില്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്ത് ചില മുൻഗാമികളുടെ, ചില രാജാക്കന്മാരുടെ കാലത്ത് അവർ ചില ആളുകളെ പറഞ്ഞേക്കുകയും എന്നിട്ട് ഈ മതിൽ കണ്ട് തിരിച്ചു വരികയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. വല്ലാഹു ആലം.
അള്ളാഹുവിനാണ് അറിയുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ അയൽമിന് നമ്മൾ ഈ താമസിക്കുന്ന ഭൂമിയിൽ പോലും പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയാത്ത പലതും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا. യഅജൂജ് മഅജൂജ് എന്ന വിഭാഗം അവർ വരുന്നത് തടസ്സപ്പെടുത്താൻ അള്ളാഹുവിന്റെ റഹ്മത്തോടെ ദുൽഖർനൈൻ അദ്ദേഹം ഒരു മതിലുണ്ടാക്കിയതാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഖാല ദുൽഖർനൈൻ പറഞ്ഞു ഹാദാ റഹ്മത്തുൻ മിർ റബ്ബി ഹാദാ റഹ്മത്തുൻ മിർ റബ്ബി ഇതെന്റെ റബ്ബിങ്കിൽ നിന്നുള്ള റഹ്മത്താണ്. ദുൽഖർനൈൻ ഈ മഹത്തായ ആ ചുമരുണ്ടാക്കിയിട്ട് അദ്ദേഹം അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. നിഅമത്ത് റബ്ബിലേക്ക് ചേർത്തി പറയും. തന്റെ കഴിവാണെന്ന് അഹങ്കരിക്കുകയോ മേനിയടിക്കുകയോ ചെയ്യാതെ പറയും റഹ്മത്തുൻ മിർ റബ്ബി ഇതെന്റെ റബ്ബിന്റെ റഹ്മത്താണ്. ഇതാണ് അഹ്ലുൽ ഫദ്ൽ, ഫദ്ലിന്റെ ആളുകൾ, നല്ല നല്ല ആളുകൾ. അവരുടെ ശൈലി ഇങ്ങനെയാണ്. അവർ മുകളിലേക്ക് പോയാലും അവർ റബ്ബിന് ശുക്ർ കാണിച്ചുകൊണ്ടിരിക്കും. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞതുപോലെ അതാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അശ്കുർ അക്ഫുർ എന്റെ റബ്ബിന്റെ ഫദ്ലാണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി അശ്കുർ അക്ഫുർ ഞാൻ ശുക്ർ കാണിക്കുമോ കുഫർ കാണിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി റബ്ബെനിക്ക് തന്ന ഫദ്ലാണ്. ആരാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എമ്പാടും നിഅമത്തുകൾ ചെയ്തു കൊടുത്ത, ഭൂമി ഒന്നാകെ കീഴ്പ്പെടുത്തി കൊടുത്ത, മൃഗങ്ങളുടെ സംസാരം പഠിപ്പിച്ച, ജിന്നുകളെ, അവരിലെ മാനികളെ, അവരിലെ ഐഫരീത്തുകളെ ഒക്കെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത മഹാനായ നബി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ ശൈലിയാണ് അൽഹാദാ റഹ്മത്തുൻ മിർ റബ്ബി. നമ്മൾ പലരും ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അവർ സ്വയം അത് മേന്മയായി പറയുന്നത് കാണാം. റബ്ബിനൊന്ന് ശുക്ർ ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയാത്തത് കാണാം. قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكا. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു فإذا جاء വന്നാൽ വഅദു റബ്ബി എന്റെ റബ്ബിന്റെ വഅദ്, റബ്ബിന്റെ വാഗ്ദാനം വന്നാൽ, അഥവാ ഖിയാമത്ത് നാളിൽ അടുത്ത സമയം അത് വന്നാൽ, ആ സമയത്ത് ജഅലഹു റബ്ബ് അവൻ ഇതിനാക്കി കളയും. ഈ ചുമരിനെ ഇരുമ്പ് കത്തിച്ച് തീയാക്കി അതിന്റെ മുകളിൽ ചെമ്പൊഴിച്ച് നിർമ്മിച്ചിട്ടുള്ള അതിശക്തമായ ഈ ചുമരിനെ അവൻ എന്താക്കും? ദക്ക. ദക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐസാവാഹു ബിൽ അർദ്, നിരപ്പാക്കി കളയും, ഭൂമിയിൽ നിന്ന് ഉയരാതെ. ഇത്രയും വലിയ ഈ മതിൽ ഉണ്ടാക്കി കളയും, ഭൂമിയോട് നിരപ്പാക്കി. അറബികൾ ദക്ക എന്ന് പറയാറുണ്ടായിരുന്നു ഒട്ടകത്തിന്. എങ്ങനത്തെ ഒട്ടകത്തിന്? ഇതൊക്കെ മുസ്തമിയൻ ലാ സനാമ ലഹ, അതിന്റെ പുറത്ത് ഉയർന്നു നിൽക്കുന്ന, അതിന്റെ പുറത്ത് നടുവിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന സനാം അതില്ലെങ്കിൽ, അതൊരുപോലെയാണെങ്കിൽ അങ്ങനത്തെ ഒട്ടകത്തിന് അവർ പറയും ദക്കായ ഒട്ടകം, നിരപ്പായ. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ആക്കി കളയുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനം വകാന വഅദു റബ്ബി ഹഖ്ഖാ, എന്റെ റബ്ബിന്റെ വാഗ്ദാനത്തെ ഹഖ്ഖാ, അത് ഹഖ്ഖാണ്. അപ്പൊ ഇത് തകരുകയും അവർ യഅജൂജ് മഅജൂജ് അവർ പുറത്തേക്ക് വരികയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹാ അവർ റിവായത്ത് ചെയ്യുന്നു. ഇസ്തൈഖള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നൗമിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. വഹുവ മുഹ്മറുൻ വജ്ഹുഹു, മുഖമാകെ ചുവന്നിട്ടുണ്ട്. വഹുവ യഖൂൽ, അവിടുന്ന് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ. അറബികൾക്ക് വൈൽ, മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, ഒരു ഷർറ് അടുത്ത് വന്ന ഒരു ഷർറ് കാരണത്താൽ,
فتح اليوم من ردم يأجوج ومأجوج مثل هذا. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫുതിഹ തുറക്കപ്പെട്ടു അലിയൗം ഇന്ന് മിൻ റദ്മി യഅജൂജ് വമഅജൂജ്. യഅജൂജ് മഅജൂജിൻ അവരെ തടസ്സപ്പെടുത്താൻ ദുൽഖർനൈൻ ഉണ്ടാക്കിയ റദ്ം ആ ചുമര് അതിനോട്ടമുണ്ടായി. മിസ്ല ഹാദ ഇതുപോലെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇബ്ഹാം തൊട്ടടുത്ത് വരൽ, ഇബ്ഹാം തള്ളവരൽ തൊട്ടടുത്ത് വരൽ രണ്ടും ചേർത്ത് പിടിച്ചു. ഹല്ല ഒരു ഇങ്ങനെ എന്താണ് ഒരു വൃത്തം കാണിച്ചു. ഇത്ര ഓട്ടമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറായിട്ടാണ് പറയുന്നത്. അപ്പോ സൈനബ് ബിൻത് ജഹ്ശ് റളിയല്ലാഹു അൻഹാ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അനഹ്ലികു വഫീനാ സ്സാലിഹൂൻ, ഞങ്ങളിൽ സാലിഹുകൾ ഉണ്ടായിരിക്കെ നമ്മൾ നശിക്കുമോ? സാലിഹുകളായ ആളുകൾ ഉണ്ടായിരിക്കെ നമ്മൾ നശിക്കുമോ? قال رسول الله صلى الله عليه وسلم نعم إذا كثر الخبث. അതെ, ഖബസ് വർദ്ധിച്ചാൽ, വൃത്തികേടുകൾ വർദ്ധിച്ചാൽ കുറച്ച് സാലിഹുകൾ അവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാതിരിക്കുകയില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ ഒരു കാലത്ത് കഅബ തകർക്കാൻ വേണ്ടി പുറപ്പെടും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിർബന്ധിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ആ സംഘത്തിൽ അല്ലാഹു ഒന്നാകെ നശിപ്പിച്ചു കളയും. പിന്നെന്താണ് സംഭവിക്കാൻ? സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, അവരുടെ നിയ്യത്തുകൾക്കനുസരിച്ച് പരലോകത്ത് ഓരോരുത്തർ അവരുടെ നിയ്യത്തനുസരിച്ചിട്ടാണ് വരിക എന്നതുപോലെ. അത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ, നിങ്ങളിലെ ളാലിമുകൾക്ക് മാത്രമായി വരാത്ത ഒരു ഫിത്നയെ നിങ്ങൾ ഭയപ്പെടുക. ഈ ഹദീസിൽ സൈനബ് ബിൻത് ജഹ്ശ് റളിയല്ലാഹു അൻഹാ അവർ റിവായത്ത് ചെയ്ത ഈ ഹദീസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇബ്നു കസീർ പറഞ്ഞു, വഫീഹി അശ്യാ അസീസത്തുൻ നാദിറത്തുൻ ഖലീലത്തുൽ വുഖൂഇ ഫീ സിനാഅത്തിൽ ഇസ്നാദ്. ഹദീസിന്റെ സനദുകളിൽ വളരെ അപൂർവം വരുന്ന ഒരു കാര്യം ഈ ഹദീസിന്റെ സനദിലുണ്ട്. എന്താണത്? മിൻഹാ റിവായത്തു സുഹരി അൻ ഉർവ. താബിഈങ്ങൾ, രണ്ട് താബിഈകൾ ഈ ഹദീസിന്റെ സനദിലുണ്ട്. ഒന്ന് ഇമാം സുഹരി മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ഉബൈദില്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ശിഹാബ് അസ്-സുഹരി, ഇമാം സുഹരി. അദ്ദേഹം അൻ ഉർവ, ഉർവയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു. ഉർവ ഇബ്നു സുബൈർ എന്ന താബിഈയാണ്. രണ്ട് താബിഈകളുണ്ട് ഈ ഹദീസിന്റെ സനദിൽ. وهما تابعيان ومنها اجتماع 4 نسوة في سنده. പിന്നെ അവരെ കഴിഞ്ഞാൽ ഈ ഹദീസിന്റെ സനദിലുള്ള 4 സ്ത്രീകളാണ്, 4 പെണ്ണുങ്ങളുള്ള ഹദീസിന്റെ സനദാണ്. കുല്ലുഹുന്ന യർവി ബഅദുഹുന്ന അൻ ബഅദ്, ഓരോരുത്തരും അടുത്ത ആളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു. ثم كل منهن صحابية, വേറെ പ്രത്യേകത 4 പേരും സഹാബികൾ. 4 സഹാബിമാർ ഒരു സനദിൽ ഒരുമിച്ച് വരിക എന്ന വളരെ അപൂർവം വരുന്ന ഒരു സംഗതി ഈ ഹദീസിൽ ഒത്തിട്ടുണ്ട്. ثم ثنتان ربيبتان وثنتان زوجتان, വേറെ പ്രത്യേകത കൂട്ടിയുണ്ട്. അതിൽ 2 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീബത്തുകളാണ്. റബീബ എന്നാൽ അവിടുത്തെ ഭാര്യമാരുടെ മക്കൾ, ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവുണ്ടായ മക്കൾ, അതിനാണ് റബീബ എന്ന് പറയുന്നത്. മാത്രമല്ല ബാക്കി 2 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ. ആരൊക്കെയാണ്? സുഹരി ഉർവയിൽ നിന്ന് അദ്ദേഹം സൈനബ് ബിൻത് അബീ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹാ അദ്ദേഹത്തിന്റെ മകൾ സൈനബ്, ഉമ്മു സലമ നബിയുടെ ഭാര്യയായ ഉമ്മു സലമയുടെ മകളാണ്. അവർ സഹാബിയാണ്. അവർ റിവായത്ത് ചെയ്തതായിരുന്നു അൻ ഹബീബ ബിൻത് ഉമ്മി ഹബീബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗജായ ഉമ്മു ഹബീബയുടെ മകൾ ഹബീബ. അവരും സഹാബിയത്താണ്. അവരാരിൽ നിന്നാണ് അൻ ഉമ്മിഹ ഉമ്മി ഹബീബ, അവരുടെ ഉമ്മയിൽ നിന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ. അവരാരിൽ നിന്നാണ് സൈനബ് ബിൻത് ജഹ്ശ് ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻത് ജഹ്ശ് റളിയല്ലാഹു അൻഹ. ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഹദീസാണ്. ഏത് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഇങ്ങനെ لا إله إلا الله ويل للعرب من شر قد اقترب فتح اليوم من ردم يأجوج ومأجوج مثل هذا എന്ന് പറഞ്ഞ ഹദീസ്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഖിയാമത്ത് നാൾ അടുത്താൽ അള്ളാഹു അവർ വരാൻ ഉദ്ദേശിച്ച സമയത്ത് അവരത് മുഴുവനായി തകർക്കുകയും എന്നിട്ട് അവർ പുറത്തേക്ക് വരികയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വരവിനെ കുറിച്ച്, യഅജൂജ് മഅജൂജിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ 2 സൂറത്തുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഈ സൂറത്തുൽ കഹ്ഫിലും മറ്റൊന്ന് സൂറത്തുൽ അംബിയ.
ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. ഹത്താ ഇദാ ഫുതിഹത് തുറക്കപ്പെട്ടാൽ യഅജൂജു മഅജൂജും അവരെ തുറക്കപ്പെട്ടാൽ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ എല്ലാ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും അവരിങ്ങനെ താഴേക്ക് വരുന്നതാണ്. തിരയടിച്ചു വരുന്നത് പോലെ അവരൊന്നാകെ വരുന്നതാണ്. ഒരുപാട് ഹദീസുകൾ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ചിലതിന്റെ ആശയം നമ്മൾ പറഞ്ഞു. ഇനി അതിൽ ചിലത് വായിക്കാം. عن أبي سعيد الخدري قال سمعت رسول الله صلى الله عليه وسلم يقول يفتح يأجوج ومأجوج يأجوج مأجوج تركبون فيخرجون كما قال الله عز وجل وهم من كل حدب ينسلون. الله ഈ സൂറത്തിൽ പറഞ്ഞതുപോലെ അവർ വരും. മിക്കുൽ ഹദബി യൻസിലൂൻ എല്ലാ ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് അവരിങ്ങനെ തിരമാലകൾ വരുന്നത് പോലെ അടിച്ചു വരും. ഫയഗ്ശൗന അന്നാസ് ജനങ്ങളെ ഒന്നാകെ മൂടും അവർ. ഏതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടികളിങ്ങനെ പരസ്പരം ഇങ്ങനെ ഒരാൾ മറ്റാളെ മുകളിൽ കയറി ഇങ്ങനെ കളിക്കുമല്ലോ എന്നതുപോലെ അത് കണ്ടപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് യഅജൂജ് മഅജൂജ് വരിക. ആളുകളുടെ മേൽക്ക് മേലെ ആയി വരും. വയൻഹാസുൽ മുസ്ലിമൂന അൻഹും ഇലാ മദാഇനിഹിം വഹുസൂനിഹിം മുസ്ലിമീങ്ങൾ അവരുടെ വീടുകളിലേക്കും അവരുടെ കോട്ടകളിലേക്കുമൊക്കെ ഒളിച്ചിരിക്കും. വയദുമൂന ഇലൈഹിം മവാശിയഹും അവരുടെ കന്നുകാലികളെ കൂടി ഒപ്പം കൂട്ടും. ഇവരെന്ത് ചെയ്യും? വയശ്റബൂന മിയാഹൽ അർദ് ഭൂമിയിലെ മുഴുവൻ വെള്ളവും കുടിച്ചു തീർക്കും. ഹത്താ ഇന്ന ബഅദഹും ലയമുറു ബിന്നഹർ എത്രത്തോളം അവരിൽ ഒരു കൂട്ടർ ഒരു നദിയുടെ അടുത്തുകൂടെ പോകും. ഫയശ്റബൂന മാ ഫീഹി ഹത്താ യത്റുകുന യബസ മുഴുവൻ കുടിച്ച് വറ്റിച്ച് കളയും. ഹത്താ ഇന്ന മൻ ബഅദഹും എത്രത്തോളം അവർ പോയി അവർക്ക് ശേഷമുള്ള ആളുകൾ വന്നാൽ ലയമുറു ബിദാലിക അന്നഹർ ആ നദിയുടെ അടുത്ത് ചെന്നാൽ അവർ പറയും ഫയഖൂൽ ഖദ് കാന ഹാഹുനാ മാഉൻ മറ പണ്ടിവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. ഹത്താ ഇദാ ലം യബ്ഖ മിനൻ നാസി അഹദുൻ ഇല്ലാ അഹദുൻ ഫീ ഹിസ്നിൻ ഔ മദീനത്തിൻ ഖാല ഖായിലുഹും ഹൗലാഇ അഹ്ലുൽ അർദ് ഖദ് ഫറഖ്നാ മിൻഹും ബഖിയ അഹ്ലുസ് സമാ. ചില റിവായത്തുകൾ ഖബരിയ തടാകം ഇതുപോലെ അവർ കുടിച്ചു തീർക്കും എന്നുണ്ട്. ഷാമിലുള്ള ഒരു തടാകമാണ് ഖബരിയ. അങ്ങനെ ഇവരെന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എല്ലാവരും അവരുടെ കോട്ടകളിൽ കഴിയുന്ന ആളുകൾ ഒഴികെ ഒരാളും ബാക്കിയില്ല എന്ന് കണ്ടാൽ ഇവരിൽ ഒരാൾ പറയും ഖദ് കാന ഹാഹുനാ മാഉൻ ഇവരിൽ ഒരാൾ പറയും ഹൗലാഇ അഹ്ലുൽ അർദ് ഖദ് ഫറഖ്നാ മിൻഹും ഭൂമിയിലുള്ളവരൊക്കെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ബഖിയ അഹ്ലുസ് സമാ ഇതിന് മുകളിലുള്ളവരാണ് ബാക്കി. ഇനി ബാക്കി. ثم يهز احدهم حربته ثم يرمي بها الى السماء എന്നിട്ട് അവരിലെ ഒരാൾ തന്റെ കുന്തം അവരിലെ ചിലർ കുന്തം എടുത്ത് മുകളിലേക്ക് എറിയും. അമ്പുകളെയും കുന്തങ്ങളെറിയും. അതവരിലേക്ക് തിരിച്ചു വരിക ചോര പുരണ്ടിട്ടാണ്. ചില ഹദീസുകൾക്കാണ് ചില റിവായത്തുകളാണ് അള്ളാഹു അവരെ പരീക്ഷണം എന്നോണം അങ്ങനെയാണ് ആ അമ്പുകൾ അയക്കുക. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അള്ളാഹു അഅലം. فبينما هم على ذلك إذ بعث الله عز وجل دودا في أعناقهم. അങ്ങനെ അവർ പറയുന്നത് അവര് അഹങ്കാരത്തോട് പറയുമെന്ന് ആകാശത്തുള്ളവരെ ഞങ്ങൾ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള സമയമാണ്. അവർ ഈസാ നബി മുസ്ലിമീങ്ങൾ ഒരു പ്രത്യേക ഭാഗത്ത് ഒതുങ്ങിക്കൂടിയിട്ടുണ്ടാവും. പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. ഇവരുടെ ശർറുമാണ്. അള്ളാഹുവിനോട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിമീങ്ങളും ദുആ ചെയ്യും. അള്ളാഹു അതാ അവരുടെ അവരുടെ കഴുത്തിൽ ഒരു പുഴുവിനെ അയക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും മരിച്ചു. ഒറ്റൊരാൾ മരിക്കുന്നത് പോലെ എല്ലാവരും മേൽക്കുമേ മരിച്ചിങ്ങനെ വീഴും. അങ്ങനെ ഫയഖൂൽ പിന്നെ ഒരൊച്ച അവർക്ക് കേൾക്കുന്നില്ല. മുസ്ലിമീങ്ങൾ അവരുടെ കോട്ടകളിൽ നിന്ന് ഇവരെ പുറത്തുനിന്ന് ഇവരുടെ ബഹളം കേൾക്കുന്നുണ്ടാവും. ഒന്നും കേൾക്കാതായപ്പോൾ ഫയഖൂൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ ചിലർ പറയും അല റജുൽ യശ്രി ലനാ നഫ്സഹു ഫയൻദുറു മാ ഫഅല ഹാദൽ അദു. ആരാണ് സ്വന്തം ജീവൻ പണയം വെച്ച് പോയി ഇവരുടെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി പറഞ്ഞുതരാനുള്ളത്? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പുറത്തുപോയി വരാൻ നോക്കണം. ആ ഇറങ്ങുന്ന ആളെന്തായിരിക്കും? മരിക്കാൻ തയ്യാറായി ഇറങ്ങുന്ന ആളായിരിക്കാം.
അങ്ങനെ ഒരാൾ ഫയതജറദു റജുലുൻ മിൻഹും മുഹ്തസിബൻ നഫ്സഹു, അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച ഒരാൾ ഇറങ്ങും. എന്നിട്ട് ഖദ് ഔതനഹ അല അന്നഹു മഖ്തൂൽ, താൻ കൊല്ലപ്പെടുമെന്ന് ഉറപ്പിച്ചിട്ട് അദ്ദേഹം നോക്കാൻ പോയതാണ്. ഫയൻസിലു ഫയജിദുഹും മൗതാ, അദ്ദേഹം ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? ഇവരെല്ലാം ചത്തു കിടക്കും. ബഅ്ദുഹും അലാ ബഅ്ദ്, ഓരോന്നിന്റെ മുകളിൽ ഇങ്ങനെ അട്ടിയായി കിടക്കും. ഫയുനാദി, അപ്പോൾ അദ്ദേഹം വിളിച്ചു പറയും, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, അലാ അബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് കഫാകും അദുവക്കും, അല്ലാഹു നിങ്ങളുടെ ശത്രുവിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് മതിയായിട്ടുണ്ട്, അവരുടെ കാര്യം അല്ലാഹു തീർത്തിട്ടുണ്ട്. എന്നിട്ട് ഫയഖ്റുജൂന മിൻ മദാഇനിഹിം വഹുസൂനിഹിം വയുസർരിഹൂന മവാശീഹിം, മുസ്ലിമീങ്ങൾ അവർ ഒളിച്ചു നിന്ന അവരുടെ കോട്ടകളിൽ നിന്നുമൊക്കെ അവർ അവരുടെ കാലുകളെയും കൂടി കൂട്ടി വരും. ഫമാ യകൂനു ലഹാ റഅയുൻ ഇല്ലാ ലുഹൂമുഹും, ഭൂമിയിൽ ആകെ തിന്നാൻ കാണുന്നത് എന്താണ്? ഇവരുടെ മാംസം. ഇത് ഭൂമിയിലുള്ളതിന്റെ ഒക്കെ തിന്ന് ചീർത്ത ഇവർ ചത്താരങ്ങളുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭൂമിയിലെ പുഴുക്കളുണ്ടല്ലോ, ചിതലും പുഴുക്കളും, അതൊക്കെ ഫതശ്കറു അൻഹു, ഈ യഅജൂജ് മഅജൂജ് ഇവരെ തിന്നിട്ട് ഭൂമിയിലെ ജന്തുക്കൾ പുഴുക്കൾ തടിച്ചു ഷാറോ, അതുവരെ അവർക്ക് അങ്ങനെ ഭക്ഷണം കിട്ടിയിട്ടില്ല. കഅഹ്സനി മാ ശകർത അൻ ശൈഇൻ മിനൻ നബാതി അസാബത്ഹു ഖത്തു, ഒന്നും തിന്നിട്ട് ഉഷാറാകാത്ത അത്രയും ഇവരെ തിന്നിട്ട് പുഴുക്കൾ ആകുമെന്നാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരിക്കുകയാണ് ഇത് സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നു. അതായത് മസീഹ് ദജ്ജാലിനെ കൊന്നതിന് ശേഷം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരിക്കുക അല്ലാഹു വഹി കൊടുക്കുമെന്നാണ്. ഇവർ വരുന്ന സമയത്ത്, അന്നീ ഖദ് അഖ്റജ്തു ഇബാദൻ മിൻ ഇബാദി ലാ യദാനി ലക ബിഖിതാൽ, ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത എന്റെ ചില അടിമകളുണ്ട്, അവന്റെ പടപ്പുകളിൽ ചിലരുണ്ട്, അവരെ ഇതാ വരികയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിക്ക് വഹി കൊടുക്കും. എന്നിട്ടാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തൂർ പർവ്വതത്തിലേക്ക് മുസ്ലിമീങ്ങളെയും കൊണ്ട് പോവുക. അവിടെയാണ് അവർ നിൽക്കുക. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് വരാനിരിക്കുന്ന ഒരു വിഭാഗമാണ്. ചില ആളുകൾ അവര് പണ്ട് കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങൾ അവരെ ആക്രമിച്ച ബഗ്ദാദ് തകർത്ത് കളഞ്ഞ ചില ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില വിഭാഗങ്ങളെയൊക്കെ ഈ യഅജൂജ് മഅജൂജ് അവരാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വ്യക്തമാണ്, അവർ അവസാനം വരുന്ന വിഭാഗമാണ് എന്ന്. ദജ്ജാൽ വന്നതിന് ശേഷം അങ്ങനെ ഇവർ കൊല്ലപ്പെടും. ഇവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുഴുവിനെ കൊണ്ട് ഇവരെല്ലാവരും കൊന്നുകളയും. പിന്നെ മുസ്ലിമീങ്ങൾ കാണുന്നത് എന്താണ്? ഇവരുടെ ശവം കൊണ്ട്, ഇവരുടെ ചീഞ്ഞ ശരീരം കൊണ്ട് ഭൂമി ആകെ നിറഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ ഒന്നും ജീവിക്കാൻ കഴിയില്ല, ഇവരുടെ ദുർഗന്ധം. അങ്ങനെ ഈസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയഹ്ബിദു ഈസ വഅസ്ഹാബുഹു, ഈസാ നബിയും കൂടെയുള്ളവരും പുറത്തേക്കിറങ്ങും. ഫലാ യജിദൂന ഫിൽ അർദി ബൈതൻ ഇല്ലാ ഖദ് മലഅഹു സഹമുഹും വനത്മുഹും, ഭൂമിയിൽ ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല, എല്ലാ വീട്ടിലും ഇവരുടെ ദുർഗന്ധം പരന്നിട്ടുണ്ട്. ഫയർഗബു ഈസ വഅസ്ഹാബുഹു ഇലല്ലാഹ്, ഈസാ നബിയും കൂടെയുള്ളവരും അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു എന്ത് ചെയ്യും? ഫയുർസിലു അലൈഹിം തയ്റൻ കഅനാഖിൽ ബുഖ്ത്, ഒട്ടകത്തിന്റെ കഴുത്തുപോലത്തെ ആകൃതിയിലുള്ള ഒരു കൂട്ടം പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കും. അവർ വന്നെന്ത് ചെയ്യും? ഫതഹ്മിലുഹും ഫതത്റുഹും ഹൈസു ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച എങ്ങോ കൊണ്ടുപോയി ഈ ഖൗമിനെ, ഇവരുടെ ശരീരം ആ പക്ഷികൾ കൊണ്ടുപോയി എറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവർ ഉപയോഗിച്ച അമ്പും വില്ലും മരത്തിന്റെ വളരെ സാധനങ്ങൾ ഉണ്ടാവല്ലോ, മുസ്ലിമീങ്ങൾക്ക് 7 കൊല്ലം അടുപ്പെത്തിക്കാൻ ഉണ്ടാവുന്ന ഇവർ ഉപയോഗിച്ച സാധനങ്ങൾ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഒരു മഴ അയക്കുകയാണ്. അല്ലാഹു ഫയുർസിലുല്ലാഹു മതറൻ ലാ യകുന്ന മിൻഹു ബൈതു മദരിൻ വല വബരിൻ 40 യൗമ, 40 ദിവസം അല്ലാഹു ഒരു മഴ പെയ്യും, ഒരു വീടും ഉണ്ടാവുകയില്ല. ആ മഴ വന്നു വീഴാത്തൊരു വീടുണ്ടാവില്ല, എല്ലാ സ്ഥലത്തും ആ മഴ ഉണ്ടാവും. ഫയുഗ്സലുൽ അർദു ഹത്താ യത്റുകഹാ കസ്സലഖ ഔ ഫയഗ്സിലുൽ അർദ ഹത്താ യത്റുകഹാ കസ്സലഖ, ആ മഴ ഭൂമിയെ ഒരു കണ്ണാടി എന്ന പോലെ വൃത്തിയാക്കും. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് പറയുക, വയുഖാലു ലിൽ അർദ് അംബിതി സമറതക വറുദ്ദി ബറകതക,
ഭൂമിയിലെ ബറക്കത്ത് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു ഭൂമിയോട് കൽപ്പിക്കും. പിന്നെയാണ് അതീവ അത്ഭുതകരമായ കാര്യം ഉണ്ടാകുന്നത്. അതായത് ഒരു ചെറിയ പഴം ഒരുപാട് ആളുകൾക്ക് തിന്നാനുണ്ടാവും, ഒരു കാലിയെ കറന്നാൽ ഒരുപാട് ആളുകൾക്ക് കുടിക്കാനുണ്ടാവും. എമ്പാടും ബറക്കത്താണ്, എല്ലാ സ്ഥലത്തും ബറക്കത്ത് നിറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, ഒരു ഒട്ടകത്തെ കറന്നാൽ ഒരുപാട് ആളുകൾക്ക് അത് മതിയാകും. അങ്ങനെയുള്ള കാലം വരും. അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ശരീഅത്ത് നടപ്പിലാക്കും എന്നതാണ്. അള്ളാഹുവിന്റെ ശരീഅത്ത് അത് നടപ്പിലാക്കുക എന്നതുകൊണ്ടാണ് ആ ബറക്കത്ത് ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലഹദ്ദുൻ യുഖാമു ഫിൽ അർദ്, ഭൂമിയിൽ നടപ്പിലാക്കുന്ന ഒരു ഹദ്ദാണ് 40 ദിവസം, അതുപോലെ ഒരുപാട് ദിവസം, 40 ദിവസം പെയ്യുന്ന മഴയേക്കാൾ ഭൂമിക്ക് ഖൈറല്ല. ഭൂമിയിൽ അള്ളാഹുവിന്റെ ഒരു ഹദ്ദ് നടപ്പിലാക്കുക. ഹദ്ദ് പറഞ്ഞല്ല, അള്ളാഹു ഓരോ തെറ്റിനും ഓരോ ശിക്ഷ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അവരാരാണോ അവരത് നടപ്പിലാക്കാനാണ് ഭൂമിയിൽ 40 ദിവസം മഴ പെയ്യുന്നതിനേക്കാൾ ഖൈർ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഹദ്ദ് നടപ്പിലായാൽ ആളുകൾ ദുനൂബിൽ നിന്ന് മാറി നിൽക്കും, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും. ആളുകളുടെ തെറ്റുകളാണ് ഭൂമിയുടെ ബറക്കത്തില്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് മഴ പെയ്യാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയുന്നത്. സലാത്തുൽ ഇസ്തിസ്ഖാ അതിലുള്ളത് മുഴുവൻ എന്ന് തന്നെ പറയാം ഇസ്തിഗ്ഫാറാണ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറാണ്. പാപങ്ങളാണ് മഴ തടയപ്പെടുന്നത്. മഴയാണ് എല്ലാ ബറക്കത്തിന്റെയും അടിസ്ഥാനം. അപ്പോ ഹദ്ദ് നടപ്പിലായാൽ 40 ദിവസം മഴ പെയ്യുന്നതിനേക്കാൾ ഖൈറാണ്. എന്താണ് കാരണം? ആളുകൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കും, അപ്പോൾ ഭൂമിയിൽ ബറക്കത്തെ. ഇതാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ശരീഅത്ത് ഇസ്ലാം ദീൻ ഭൂമി മുഴുവൻ നടപ്പിലാക്കിയാൽ പിന്നെ ബറക്കത്ത്. ഒരു റുമ്മാൻ, അതിന്റെ തൊലി ഒരു തണല് കൊള്ളാൻ മാത്രം ഉണ്ടാവും. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും. അതിനുശേഷം ഇത് യജൂജ് മഅജൂജ് വന്നു പോയതിനു ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യജൂജ് മഅജൂജ് വന്നു പോയതിനു ശേഷവും ഈ ബൈത്ത് അഥവാ കഅബ തവാഫ് ചെയ്യപ്പെടും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജ് നിർവഹിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഈസാ നബി ഈ ഹജ്ജ് നിർവഹിക്കും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് ബഅസ അല്ലാഹു അസ്സ വജല്ല റീഹൻ തയ്യിബതൻ തഹ്ത ആബാതി, ഒരു കാറ്റിനെ അല്ലാഹു അയക്കും. അള്ളാഹു ഉദ്ദേശിച്ച കാലം കഴിഞ്ഞാൽ ഒരു കാറ്റിനെ അള്ളാഹു അയക്കും. ആ കാറ്റിന്റെ പ്രത്യേകത, മുസ്ലിമായ ഏതൊരാളുടെ ഇഫ്താർ കക്ഷം അതിലൂടെ ആ കാറ്റ് കടന്നുപോയാൽ മുഅ്മിനായ ഏതൊരു മനുഷ്യനും മരിച്ചു. അതോടെ മുഅ്മിനുകളായ എല്ലാവരെയും ആ കാറ്റ് ബാധിക്കും. അവരെല്ലാവരും മരിച്ചു വീഴുകയും ചെയ്യും. എല്ലാ മുസ്ലിമിന്റെയും റൂഹ് പിടിക്കപ്പെടും. പിന്നെ ബാക്കിയാകാൻ അങ്ങനത്തെ ആളുകളാണ് കഴുതകളെ പോലെ പരസ്യമായി വ്യഭിചരിക്കാൻ വഴിയില്ലാത്ത അത്രയും വൃത്തികെട്ട ആളുകളാണ് ഭൂമിയിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹിം തഖൂമുസ് സാഅ, അവരിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. ഏറ്റവും വൃത്തികെട്ട ആളുകൾ ഉണ്ടായിരിക്കും. അല്ലാഹ് അല്ലാഹ് എന്ന് പറയാത്ത ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കലിമ പറയാത്ത ആളുകൾ ആണ് പിന്നെ ഭൂമിയിൽ. അവരിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഇതാണ് യജൂജ് മഅജൂജിന്റെ സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യക്തമായ അതിന്റെ വിശദീകരണം വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا وتركنا بعضهم, അവരിൽ ചിലരെ നാം വിട്ടയക്കും. യൗമഇദിൻ, ആ ദിവസം, യമൂജു ഫി ബഅദിൻ, അവരിൽ ചിലർക്ക് മുകളിൽ അവർ യമൂജ് എന്നാൽ തിരമാല വരുന്നതിന് തിരമാലക്ക് മൗജ് എന്ന് പറയും. മൗജ് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർക്ക് നേരെ ഇങ്ങനെ ആർത്തിരമ്പി വരുന്നവരായി നാം അന്ന് അവർ വിട്ടുകളയും. അഥവാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് ഏത് ദിവസത്തെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്?
وهذا يوم يدك هذا السد ويخرج هؤلاء فيموجون في الناس ويفسدون على الناس أموالهم ويتلفون أشياءهم. യഅജൂജ് മഅജൂജ് അവർക്ക് മുന്നിലുണ്ടായിരുന്ന തടസ്സം അവർ തകർത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അന്ന് തറക്ന അവരെ വിട്ട് തറക്ന ബഅദഹും അവരിൽ ചിലരെ അഥവാ യഅജൂജ് മഅജൂജിനെ യൗമഇദിൻ എന്ന ദിവസം യമൂജു ഫി ബഅദ് മറ്റുള്ളവർക്ക് മുകളിൽ അവരിങ്ങനെ തിരമാലകൾ പോലെ വരും, അഥവാ മറ്റുള്ള മനുഷ്യർക്ക് മേൽ അവർ വരും. അങ്ങനെയാണ് ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കുക. അതെങ്ങനെയാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമ്മൾ പറഞ്ഞു. വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംഅ. അല്ലാഹു ഇദാ ഖിയാമത്ത് നാളിലെ സൂറിൽ ഊതുക എന്ന കാര്യത്തെ ഇതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അതിന് നമുക്ക് മനസ്സിലാക്കാം ഖിയാമത്ത് നാളിന്റെ വലിയ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഖുറൂജു യഅജൂജ് വമഅജൂജ്. യഅജൂജ് മഅജൂജ് പുറപ്പെടുക എന്നാണ്. വനുഫിഖ ഫിസ്സൂരി സൂറിൽ ഊതപ്പെടും. ഫജമഅനാഹു സൂറിൽ ഊതപ്പെടും. ആ സമയം ഫജമഅനാഹു അവരെ നാം ഒരുമിച്ച് കൂട്ടും. ജംഅൻ ഒരുമിച്ച് കൂട്ടും. അഥവാ ഖിയാമത്ത് നാളിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും എഴുന്നേൽപ്പിക്കും. രണ്ട് ഊത്താണുള്ളത്. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മാ ശാഅ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. سورة زمر الله أكبر. ونفخ في الصور كهالة الذب فصعق من في السماوات ومن في الأرض إلا ما شاء الله. أن آകാശങ്ങളിലും ഭൂമിയിലുള്ളവരെല്ലാം വീഴും, എല്ലാവരും മരിച്ചു. ഇല്ലാ മാ ശാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. ثم نفخ فيه أخرى രണ്ടാമത് ഒരു ഊതപ്പെടും. ഇപ്പോൾ അത് അവരെല്ലാവരും എഴുന്നേറ്റ് നോക്കുന്നു. ഇതിനാണ് അല്ലാഹു ഇസ്രാഫീൽ എന്ന മലക്കിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൈഫ അൻഅം وقد التقم صاحب القرن القرن وحنى جبهته وأصغى سمعه ينتظر أن يؤمر أن ينفخ فينفخ. ഞാനങ്ങനെ കൈഫ അൻഅം ഞാനങ്ങനെ സുഖിച്ച് ജീവിക്കാനാണ്. وقد التقم صاحب القرن القرن കാഹളം അല്ലാഹു ഏൽപ്പിച്ച മലക്ക് ആ കാഹളം വായിൽ വെച്ചിരിക്കുന്നു. وحنى جبهته തന്റെ നെറ്റി ചെരിച്ചിരിക്കുന്നു. وأصغى سمعه കാതു കൂർപ്പിച്ചിരിക്കുന്നു. ചില റിവായത്തുകളിൽ കാണാം അല്ലാഹുവിന്റെ അർശിലേക്ക് നോക്കി ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ അർശിൽ നിന്ന് കണ്ണു തെറ്റിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാത്തിരിക്കും. കൽപ്പന കിട്ടിയാൽ അള്ളാഹുവിന്റെ അർശിലേക്ക് നോക്കാനുള്ള സമയം പോലും വൈകരുത്. അത്രയും ഈ മലക്ക് കാത്തിരിക്കുന്നു. പിന്നെ ഞാനങ്ങനെ സുഖിച്ച് ജീവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതാണ് അന്നഫ്ഖു ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെടുക എന്ന് പറഞ്ഞു. വനുഫിഖ ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെടും. ഫജമഅനാഹും ജംഅ അപ്പോൾ നാം അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു കൈഫ നഖൂൽ നബിയേ ഞങ്ങൾ എന്ത് പറയണം? ഖൂലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ എന്ന് നിങ്ങൾ പറയുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു. അഥവാ ഭയപ്പാടുണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങൾ പറയേണ്ട ഒരു വാക്കാണ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വകീൽ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവനെത്ര നല്ലവനാണ്. അലല്ലാഹി തവക്കൽനാ അല്ലാഹുവിന്റെ മേൽ മാത്രം ഞങ്ങൾ തവക്കലാക്കിയിരിക്കും. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് പോലെയല്ല അലല്ലാഹി തവക്കൽനാ എന്ന് പറഞ്ഞു. അല ആദ്യം പറഞ്ഞാൽ റബ്ബിന്റെ മേൽ മാത്രം, റബ്ബിന് മാത്രം ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്ന സമയത്ത് പറഞ്ഞ വാക്കാണ് ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നബിയും സഹാബത്തും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത് എല്ലാവരും ഒരുപാട് കക്ഷികൾ മുസ്ലിമീങ്ങൾക്കെതിരെ ഒന്നിച്ചു വെച്ചു എന്ന് കേട്ടപ്പോൾ ഹസ്ബുനല്ലാഹ്
ونعم الوكيل. الله ذنب شرف وارتباط. الذين قال لهم الناس إن الناس قد جمعوا لكم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. الذين قال لهم الناس അവരോട് ജനങ്ങൾ പറഞ്ഞു ഇന്ന الناس قد جمعوا لكم فاخشوهم. ജനങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫഖ്ശവൂ, അവർ പേടിച്ചോളൂ. ഫസാദഹും ഈമാന, അവർക്ക് എന്താണ് കൂടി? പേടിയല്ലോ, ഈമാൻ കൂടി. വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വകീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു എത്ര നല്ലവനാണ്. കാരണം അല്ലാഹു കാര്യം ഏൽപ്പിച്ചവന് ആ സഈദായി ജീവിക്കും, ദുനിയാവിൽ സൗഭാഗ്യവാനായി ജീവിക്കും. അല്ലാഹു അല്ലാത്തവരിൽ കാര്യം ഏൽപ്പിച്ചവൻ ഹൈറാനായി ജീവിക്കും, ദുനിയാവിൽ ഹൈറാനായിരിക്കും, എപ്പോഴും ബേജാറായിട്ടില്ല. കാരണം പടപ്പിനാണ് അവന്റെ കാര്യം ഏൽപ്പിച്ചിട്ട്. പടപ്പുകളാകട്ടെ സ്വന്തം കാര്യം പോലും ഒരു കയ്യിലല്ല, പിന്നെ നമ്മളെ കാര്യം ഏറ്റെടുക്കാൻ സ്വന്തം കാര്യം ഒരാളുടെ കയ്യിലല്ല, പിന്നെ എങ്ങനെ വേറൊരാളുടെ കാര്യം ഏറ്റെടുക്കാൻ സാധിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കലാക്കുന്ന ഈ വാക്ക് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. الله പറയുന്നു وعرضنا جهنم يومئذ للكافرين عرضا الذين كانت أعينهم في غطاء عن أمري وكانوا لا يستطيعون سمعا فحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا. عرضنا جهنم، عرضنا أن പ്രദർശിപ്പിക്കുക, عرضنا നാം പ്രദർശിപ്പിക്കും ജഹന്നം, നരകത്തെ. يومئذ أن ദിവസം يوم القيامة للكافرين കാഫിറുകൾക്ക് عرضا ഒരു പ്രദർശിപ്പിക്കൽ എന്തിനാണിത്? ഇബ്നു കസീർ പറഞ്ഞു يقول تعالى مخبرا عما يفعله بالكفار يوم القيامة. ഖിയാമത്ത് നാളിൽ അല്ലാഹു കുഫാറുകൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. أنه يعرض عليهم جهنم, ജഹന്നമിനെ അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. ഐ യുബ്രിസുഹാ ലഹും വയുദ്ഹിറുഹാ, നന്നായി അവർക്ക് വ്യക്തമാക്കി കൊടുക്കും. ലിയറൗ മാ ഫീഹാ മിനൽ അദാബി വന്നകാലി ഖബ്ല ദുഖൂലിഹാ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കയറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ശിക്ഷ ഉണ്ടാകും, പെടുമെന്ന് ഉറപ്പായി. അതിൽ ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലായാൽ ശിക്ഷ വരുന്നതിന് മുമ്പ് ശിക്ഷയാണ്, ശിക്ഷ വരുന്നതിന് മുമ്പുള്ള ശിക്ഷയാണ്. അള്ളാഹു കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞു ലതറവുന്നൽ ജഹീം, ജഹീം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണല്ലോ കുഫാറുകളുടെ ചോദ്യം. കണ്ടാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? മരിച്ചാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? മരിച്ചാരും തിരിച്ചു വരാത്തോണ്ടാണ് ഓ കാഫിറുകളുമായത്. കാരണം മരിച്ചവർ തിരിച്ചു വന്ന പിന്നെന്ത് ഈമാൻ, പിന്നെന്ത് വിശ്വാസത്തിന്റെ പ്രസക്തിയാണുള്ളത്. മുഅ്മിന്റെ ഈമാൻ പിന്നെന്ത് വിലയാണുള്ളത്? കണ്ടു കഴിഞ്ഞ കാര്യം പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല. കണ്ടിട്ടില്ല, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈമാനായ കാഫിറുമായ. പിന്നെന്ത് മുമ്പ് എന്ത് കാഫിർ? കാണാത്തതിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിനെക്കാളും സത്യം പറയുന്ന ഒരാളുണ്ട്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാത്ത റസൂൽ, അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രം സംസാരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അല്ലാഹു പറഞ്ഞവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിശ്വസിക്കും. ഇവൻ ആര് പറഞ്ഞവനാണ് വിശ്വസിക്കുന്നത്? അവന്റെ ഹവയിലാണ് അവൻ വിശ്വസിക്കുന്നത്. അവന്റെ ഹവയാണ് അവന്റെ ഇലാഹ, അവന്റെ ഇലാഹാരാണ് അവന്റെ ഹവയാണ്, അവന്റെ തോന്നിവാസം, അവന്റെ ദേഹത്തെ. أفرأيت من اتخذ إلهه هواه وضله الله على علمه وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله. ഒരുവനെ നീ കണ്ടില്ലേ, അവന്റെ ഇലാഹാരാണ് അവന്റെ ഹവ. وضله الله على علمه, അള്ളാഹു മുമ്പേ അറിഞ്ഞിട്ടുണ്ട് അവനെ യോജിച്ചത് ദലാലത്താണ്, അതുകൊണ്ട് അള്ളാഹു ദലാലത്തിലാക്കി. وختم على سمعه وقلبه, അവന്റെ കാതിലും കൽബിലും അള്ളാഹു സീൽ വെച്ചു. وجعل على بصره غشاوة, അവന്റെ കണ്ണിന് മുമ്പിൽ അള്ളാഹു ഒരു മൂടി ഏർപ്പെടുത്തി. ഹക്ക് കാണാനോ കേൾക്കാനോ ഉൾക്കൊള്ളാനോ അവനതുകൊണ്ട് കഴിയില്ല. فمن يهديه من بعد الله, അള്ളാഹു ഇങ്ങനെ ആക്കിയവനെ പിന്നെ ഹിദായത്ത് കൊടുക്കാൻ ആരുണ്ട്? അപ്പൊ ഇതാണ് കണ്ടുവന്നവരുണ്ടോ എന്നുള്ളത് ചോദ്യം. അത് വിഡിത്തമാണ്. അതില്ല എന്നുള്ളത് കൊണ്ടാണ് ഈമാനിന് വിലയുണ്ടായത്. ഈമാൻ അതിന് ഖീമത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈമാൻ ഈമാൻ അമൽ സ്വാലിഹാത്ത്. ഈമാൻ എന്നാൽ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്.
الذين يؤمنون بالغيب ويقيمون الصلاة ويؤتون ومما رزقناهم ينفقون. ഗൈബിൽ വിശ്വസിക്കുക, എന്നിട്ട് നിസ്കരിക്കണം. വിശ്വാസമല്ലാതെ, ഈമാൻ ഇല്ലാതെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുക. ഇത് കാണുക തന്നെ ചെയ്യും, അല്ലാഹു കാണിച്ചു കൊടുക്കും. അന്ന് കുഫാറുകൾക്ക് നാം നരകം ഒരു കാണിച്ചു കൊടുക്കും. അല്ലദീന കാനത് അഅ്യുനുഹും, നമുക്ക് അല്ലാഹു പറയുന്നത് അല്ലദീന, അവരൊരു കൂട്ടരായിരുന്നു. കാനത് അഅ്യുനുഹും, അവരുടെ കണ്ണുകളായിരുന്നു. ഫീ ഖിതാഇൻ, ഒരു മറക്കുള്ളിലായിരുന്നു. അൻ ദിക്രി, നമ്മുടെ ദിക്റിൽ നിന്ന്. നമ്മുടെ ദിക്റിൽ നിന്ന് അവരുടെ കണ്ണുകൾ ഒരു മറക്കുള്ളിലായിരുന്നു. വകാനു, അവരായിരുന്നു ലാ യസ്തതിഊന സമഅ, ഒന്ന് കേൾക്കാൻ സാധിക്കാത്തവരായിരുന്നു. കണ്ണില്ലേ കണ്ണുണ്ട്, കാതില്ലേ കാതുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അവൻ ഇല്ലാത്തവനെ പോലെ. അല്ലാഹു കുഫാറുകളെ കുറിച്ച് അഅമ, അസം, സുമ്മുൻ, ബുക്മുൻ, ഉമ്യുൻ എന്നൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. അവൻ കേൾക്കാത്തവനാണ്, കണ്ണു കാണാത്തവനാണ്, സംസാരിക്കാത്തവൻ. എന്താണ് കാര്യം? ഹക്ക് കാണാനോ കേൾക്കാനോ അത് പറയാനോ അവന് സാധിക്കുന്നില്ല. അത് ചെയ്യാത്തത് കൊണ്ട് അവൻ ഇല്ലാത്തതുപോലെ. കൽബ് അങ്ങനെ തന്നെ. കൽബിന്റെ ഹയാത്താണ് ഹയാത്ത്. കൽബ് ചത്തവനാണ്. ശരീരത്തിന് ജീവൻ ഉണ്ടായിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹ വല്ലദീ ലാ യദ്കുറു റബ്ബഹ കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. എന്റെ റബ്ബിനെ ദിക്ർ ചെയ്യുന്നവന്റെയും റബ്ബിനെ ദിക്ർ ചെയ്യാത്തവന്റെയും ഉദാഹരണം കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവനെ പോലെയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഖൽബിനൊരു ഹയാത്തുണ്ട്, ഖൽബിനൊരു ജീവിതമുണ്ട്. ഖൽബിന്റെ ജീവിതം ഏതൊരു മനുഷ്യനാണോ തന്റെ റബ്ബിനെ അവന്റെ അസ്മായിലൂടെ സിഫാത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്, റബ്ബുമായി റബ്ബിനെ അവൻ മനസ്സിലാക്കിയിട്ടുള്ളത്, റബ്ബിനെ കൊണ്ടവൻ എന്താണ് എല്ലാ ഒറ്റപ്പെടലിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ളത്, അവന് കൂട്ടായി, അവനെ ആശ്വസിപ്പിക്കുന്നവനായി ആരുണ്ട്? അവന്റെ റബ്ബ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ കിട്ടാത്തവൻ അവന്റെ ഖൽബ്, അവന്റെ ഹയാത്തിൽ ജീവിതം. കൽബിന് ജീവിതമില്ലെങ്കിൽ, കൽബിന് ഹയാത്തില്ലെങ്കിൽ പിന്നെ അതൊരു ജീവിതമല്ല. അതൊരു ജീവിതമല്ല, അത് മരിച്ചവരെ പോലെ, ചത്തവരെ പോലെ. അവരൊന്നും ഹക്ക് കാണുകയില്ല, ഹക്ക് കേൾക്കുകയില്ല. ഖിയാമത്ത് നാളിലാകട്ടെ അല്ലാഹു ഇതൊക്കെ നീക്കും. അല്ലാഹു പറഞ്ഞില്ലേ, ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇന്ന് നിന്റെ മൂടി നാം നീക്കി, ഇന്ന് നിന്റെ കാഴ്ച നല്ല മൂർച്ചയുള്ളതാണ്. നിഷേധിച്ചതെല്ലാം കാണും. സ്വർഗം കാണും, നരകം കാണും, മലായികത്തിനെ കാണും, ജിന്നുകളെ കാണും, അവനെ പഴപ്പിച്ച ശൈത്താനവൻ കാണും, അവന്റെ ശത്രുവിനെ അവൻ നേരിട്ട് കാണും. അപ്പൊ എല്ലാം കാണുന്ന രംഗം വരാനുണ്ട്. അത് കണ്ടവരുടെ തിരിച്ചു വന്നാൽ പിന്നെ ഖിയാമത്ത് നാളിലെ ഈ കാഴ്ച അതിനെന്ത് പ്രത്യേകതയാണുള്ളത്? അല്ലാഹു പറയുന്നു, അല്ലദീന കാനത അഅ്യുനുഹും ഫീ ഖിതാഇൻ അൻ ദിക്രി. ആരാണ് ഈ കുഫാറുകൾ? നരകം അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന കാഫറുകൾ. അവരുടെ കണ്ണുകൾ നമ്മുടെ ദിക്റിൽ നിന്ന് ഒരു മറക്കുള്ളിലായിരുന്നു. വകാനു ലാ യസ്തതിഊന സമഅ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറഞ്ഞു, ഐ തആമു വതഗാഫലു വതസാമു അൻ ഖബൂലിൽ ഹുദാ വത്തിബാഇൽ ഹഖ്. ഹുദ സ്വീകരിക്കുന്നതിൽ നിന്ന്, ഹഖ് സ്വീകരിക്കുന്നതിൽ നിന്ന് അവർ അശ്രദ്ധ നടിച്ചു, അവഗണിച്ചു കളഞ്ഞു. അവന് വന്നു കിട്ടിയിട്ടില്ലാത്തതുപോലെ, കേട്ടിട്ടില്ലാത്തത്, അറിഞ്ഞിട്ടില്ലാത്ത ദുനിയാവിന്റെ വേറെ പല ശുഹലുമുണ്ട്. ദുനിയാവിന്റെ പല ശുഹലിലുമാണ് അവൻ ചിന്തിക്കുന്നില്ല. ഇത് പോകാനുള്ളതാണ്. ഈ ആകാശവും ഭൂമിയും ഈ സ്വത്തും ഇതെല്ലാം തീരാനുള്ളതാണ്, ഒക്കെ നശിച്ചു പോകാനുള്ളതാണ്. പക്ഷേ അവൻ എന്ത് ചെയ്തു? നശിക്കാത്തതിന് പകരം നശിച്ചു പോകുന്നത് വിലക്കുമാണ്. അവനെക്കാളും വലിയ സഫീഹ്, ബുദ്ധിയില്ലാത്തവൻ ആരാണുള്ളത്? وكانوا لا يستطيعون سمعا أي لا يعقلون عن الله أمره ونهيه. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്, അള്ളാഹുവിന്റെ വിരോധനം എന്താണ് അവൻ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അവൻ വിചാരിച്ചു അള്ളാഹു അവനെ വെറുതെ പഠിച്ചതാണ്. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو. അള്ളാഹുവിനെ യോജിച്ചതല്ല, അവൻ നമ്മളെ വെറുതെ പഠിക്കാനല്ല. നമ്മളോടൊന്നും കൽപ്പിക്കാതെ, ഒന്നും വിരോധിക്കാതെ ഇങ്ങനെ ജീവിച്ച് കന്നുകാലികളെ പോലെ ജീവിച്ച് മരിച്ചോളൂ എന്ന് നമ്മളോട് പറയാൻ ആൾക്ക് യോജിച്ചതല്ല, റബ്ബിന് യോജിച്ചതല്ല, അവന്റെ അസ്മാവിനും സിഫാത്തിനും യോജിച്ചതല്ല.
അള്ളാഹു സമീഅൻ ബസീറാണ്. അവൻ കാണുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. അവൻ മലിക്കാണ്, അൽ മലിക്. അവൻ മലിക്കാകണമെങ്കിൽ അവനൊരു മുൽക്കുണ്ടാകണം. മലിക്കാകണമെങ്കിൽ അവനൊരു മുൽക്കുണ്ടാവണം. ആ മുൽക്കിൽ അവന്റെ പ്രജകളും അവന്റേതായതെല്ലാം ഉണ്ടാകണം. അതുകൊണ്ടാണ് അവൻ അൽ മലിക് എന്ന് വന്നത്. അവന്റെ പടപ്പുകളെല്ലാം അവന്റെ മുൽക്കാണ്, അവന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. നമ്മളൊക്കെ അവന്റെ മുൽക്കിൽ അവന്റെ ഇബാദത്ത്. നമ്മളെ അവൻ വെറുതെ വിടുക എന്നുള്ളത്, കന്നുകാലികളെ പോലെ ആക്കുക എന്നുള്ളത് അവന് യോജിച്ചതല്ല. അള്ളാഹു അവനെ വിട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു, അവൻ വിരോധിച്ചിരിക്കുന്നു. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, അവൻ വിരോധിച്ചിരിക്കുന്നു. അവന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചവരെ, അവൻ വിലക്കിയത് ചെയ്തവരെ അവൻ വെറുതെ വിടുകയില്ല. അള്ളാഹുവിന്റെ അവന്റെ മഹത്വത്തിന് യോജിച്ചതല്ല. അള്ളാഹു പറയുന്നു, أفحسب الذين كفروا أن يتخذوا عبادي من دون أولياء إنا أعتدنا جهنم للكافرين نزلا. أفحسب الذين كفروا كافر الرجال تلكانو أن يتخذوا أورد سيغر كمن عبادي عند أدمغل من دوني എനിക്ക് പുറമെ ഔലിയാ, എനിക്ക് പുറമെ എന്റെ അടിമകൾ ഔലിയാ ആയി സ്വീകരിക്കാമെന്ന് കാഫറുകൾ വിചാരിച്ചിരിക്കുകയാണോ? ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽകാഫിരീന നുസുലാ. ഇന്നാ അഅ്തദ്നാ, തീർച്ചയായും നാം ഒരുക്കി വച്ചിരിക്കുന്നു ജഹന്നം, ജഹന്നമിനെ ലിൽകാഫിരീന നുസുലാ, കാഫിറുകൾക്കുള്ള നുസുലാണ്. നുസുൽ എന്നാൽ ദിയാഫ, അവർക്ക് അവിടെ ചെന്നാൽ കിട്ടാനുള്ള വിരുന്നതാണ്. ജഹന്നമാകുന്ന നരകമാണ്. നഊദു ബില്ലാഹ്. ابن كثير رحمه الله അദ്ദേഹം പറഞ്ഞു, اعتقدوا انهم يصح لهم ذلك وينتفعون بذلك. അല്ലാഹു പുറമെ ഔലിയായിനെ സ്വീകരിച്ച് അവരോട് ദുആ ചെയ്ത് അവരോട് അവർക്ക് ഇബാദത്ത് ചെയ്ത ആളുകൾ വിചാരിക്കും ഇതാണ് ശരിയെന്ന്, അതവർക്ക് ഉപകാരമുണ്ട് എന്ന്. എന്നാൽ അള്ളാഹു പറയുന്നു, അള്ളാഹു അവർക്ക് ജഹന്നമാണ് ഒരുക്കി വെച്ചത്. കാരണം ഖിയാമത്തിൽ അവരുടെ ഈ മിത്രങ്ങൾ അവർക്ക് ശത്രുക്കളായി മാറും, അവരുടെ ഔലിയ അവർക്ക് ശത്രുക്കളാകും. കല്ലാ സയക്ഫുറൂന ബിഇബാദതിഹി. സൂറത്ത് മറിയമിൽ അള്ളാഹു പറഞ്ഞു, ഈ ഇബാദത്ത് ചെയ്യപ്പെട്ടവർ, അവരുടെ ഇലാഹുകൾ അവരുടെ ഇബാദത്തിനെ നിഷേധിക്കും. വയകൂന അലൈഹിം ളിദ്ദ, അവരിവർക്ക് എതിരായി മാറും. വലിഹാദാ അഖ്ബറ അന്നഹു ഖദ് അഅദ്ദ ലഹും ജഹന്നമ യൗമൽ ഖിയാമത്തി മൻസിലാ. അതുകൊണ്ടാണ് അല്ലാഹു അവരുടെ മൻസിൽ, ഖിയാമത്ത് നാളിൽ അവരുടെ മൻസിലാക്കി ഒരുക്കി വെച്ചിരിക്കുന്നത് ജഹന്നമാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുണ്ട്. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. قل നബിയെ പറയുക, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരട്ടെ, ബിൽ അഖ്സരീന അഅമാല, അമലുകൾ ഏറ്റവും നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച്. ഖസിറ നഷ്ടപ്പെട്ടു, അഖ്സർ ഏറ്റവും നഷ്ടപ്പെട്ടു, അഖ്സർ ഏറ്റവും നഷ്ടപ്പെട്ടവർ. ബിൽ അഖ്സരീന അഅമാല, അങ്ങേയറ്റം നഷ്ടം സംഭവിച്ചവരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അമലുകൾ നഷ്ടപ്പെട്ടവർ. അല്ലദീന, അവരാരാണ്? അല്ലദീന ضل സഈഹും, ഏതൊരു കൂട്ടരുടേതാണോ ضل വഴിതെറ്റിപ്പോയത്, സഈഹും അവരുടെ സഈ, അവരുടെ അധ്വാനം, ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ, വഹും അവരാകട്ടെ യഹ്സബൂൻ അവർ വിചാരിക്കുന്നു, അന്നഹും അവർ യുഹ്സിനൂന നല്ലതാണ്, സുൻഅൻ നല്ലതാണ് പ്രവർത്തനമായി ചെയ്യുന്നത്. നബി അവരോട് പറയുക, അങ്ങേയറ്റം അമലുകൾ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരട്ടെ. അവരാരാ? അവർ അധ്വാനം വഴിതെറ്റി ചെയ്തവരാണ്. പക്ഷെ അവരുടെ വിചാരം അവർ ഖൈറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് വളരെ വലിയ അപകടമാണ്. ഒരാൾ ഷർറിലായിരിക്കും, പക്ഷെ അയാൾ വിചാരിക്കുന്നത് ഞാൻ ഖൈറിലാണ്, അയാൾ ദലാലത്തിലാണ്, അയാൾ വിചാരിക്കുന്നത് ഞാൻ ഹിദായത്ത്, കുഫറിലാണുള്ളത്, അവൻ ഈമാനാണെന്ന് വിചാരിക്കുക, ബിദ്അത്തിലാണ് അവനുള്ളത്, അവൻ ഞാൻ സുന്നത്തിലാണെന്ന് ധരിക്കുക.
സുബ്ഹാനല്ലാഹ്, ഇത് വളരെ വലിയ അപകടമാണ്. അല്ലാഹു പറഞ്ഞു, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين ولن ينفعكم اليوم إن ظلمتم أنكم في العذاب مشتركون ومن يعش عن ذكر الرحمن أنا الرحمن يا رب إن ذكر ترني കളഞ്ഞു نقيض له നാം അവനെ ഏർപ്പെടുത്തി കൊടുക്കും ശൈത്താനൻ, ഒരു ശൈത്താൻ, فهو له قرين, അവന്റെ ഖരീനായി, അവന്റെ ഉറ്റ കൂട്ടുകാരനായി, റബ്ബിന്റെ ദിക്റിൽ നിന്ന് വിട്ടവനെ കൂട്ടുകാരനായി നാം ശൈത്താനെ കൊടുക്കും. കാരണം അവൻ ഖൈറിന് ശുക്ർ കാണിച്ചില്ല. ഖൈറിന് ശുക്ർ കാണിക്കാതിരുന്നാൽ അതിന്റെ ദുനിയാവിൽ തന്നെയുള്ള ശിക്ഷയാണ്. പിന്നെ അള്ളാഹു ഏറ്റവും ശർറ് തരികയാണ്. അലം തറ ഇലൽ ലദീന ബദ്ദലു നിഅമതല്ലാഹി കുഫ്റൻ വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹ വബിഅ്സൽ ഖറാർ. അള്ളാഹുവിന്റെ നിഅമത്തിനെ മാറ്റിയവരെ നീ കണ്ടില്ലേ? കുഫറായി മാറ്റിയവരെ നീ കണ്ടില്ലേ? അതായത് ഖുറൈശികൾ, അവരിലേക്ക് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവരതിനെ കുഫറാക്കി മാറ്റി. അവരുടെ ഖൗമിനെ അവർ നാശത്തിന്റെ ദാർ സ്വന്തമാക്കി മാറ്റി. അതെന്താണ്? ജഹന്നമ യസ്ലൗനഹ വബിഅ്സൽ ഖറാർ. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരുവൻ വിട്ടാൽ പിന്നെ അവന് കിട്ടുക ശൈത്താനെയാണ്. പിന്നെ അവന് കൂട്ടുകാരനായി കിട്ടുക ശൈത്താനെയാണ്. ശൈത്താൻ അവന്റെ പിന്നാലെയുണ്ട്. എപ്പോഴാണ് റബ്ബിന്റെ ദിക്റിൽ നിന്ന് അവൻ പോകുന്നത് എന്ന് നോക്കി അള്ളാഹുവിന് ശൈത്താനെ ഖരീനായി പോകും. വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ, നേരായ മാർഗത്തിൽ നിന്ന് ശൈത്താൻ അവരെ തടയും. പക്ഷേ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ വിചാരിക്കുക ഒരു സന്മാർഗത്തിലാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. ഇത് തിരിച്ചറിയുന്നത് ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ മുന്നിലെത്തിയത്. അന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് കാര്യം? ഹത്താ ഇദാ ജാഅനാ, അല്ലാഹു പറഞ്ഞു നമ്മുടെ അടുത്തേക്ക് അവർ വരുന്നത് വരെ ഈ അവസ്ഥയായിരിക്കും, മരിക്കുന്നത്. നമ്മുടെ അടുത്ത് വന്നാൽ ഖാല യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈൻ ഫബിഅ്സൽ ഖരീൻ, അപ്പോൾ അവൻ പറയും എനിക്കും നിനക്കുമിടയിൽ രണ്ട് മശ്രിഖ്, രണ്ട് ചക്രവാളങ്ങളുടെ അകലം ഉണ്ടായിരുന്നെങ്കിൽ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അകലം ഞാൻ നീ തമ്മിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എത്ര മോശമായ കൂട്ടുകാരനാണ്. ഇതാണ് അമലുകൾ വഴിതെറ്റിപ്പോയവരുടെ അവസ്ഥ. ഇത് ഏത് പിഴച്ച കക്ഷികൾക്കും ബാധകമാണ്. അവർ ഹൈറിലാണെന്ന് വിചാരിക്കുന്ന ഏത് പിഴച്ച കക്ഷികൾക്കും ഇത് ബാധകമാണ്. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അൽ ഇൽമു നാഫിഉ വൽ അമലു സ്വാലിഹ്, ഇത് മാത്രമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അഅ്സദ ഇതുകൊണ്ടാണ് വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവനാകുന്നു റസൂലിനെ, അവന്റെ റസൂലിനെ ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഹുദയുമായും ദീനുൽ ഹഖുമായും അയച്ചവൻ. എന്താണ് ഹുദ? അൽ ഇൽമു നാഫിഉ. എന്താണ് ദീനുൽ ഹഖ്? അൽ അമലു സ്വാലിഹ്. നാഫിആയ ഇൽമ് അഥവാ ശരിയായ ഇൽമ്, ഉപകാരപ്രദമായ ഇൽമ്. ഇൽമ് ഉപകാരപ്രദമാകണമെങ്കിൽ അത് അമലിൽ ഉണ്ടാകണം. ഇത് രണ്ടുമല്ലാതെ നമ്മെ രക്ഷപ്പെടുത്തുകയില്ല. ഖൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഇത് ആരുടെ മാർഗമല്ല? യഹൂദികളുടെയും നസ്രാനികളുടെയും മാർഗമല്ല. യഹൂദികളെ കുറിച്ച് മഗ്ദൂബ് അലൈഹിം എന്ന് പറയാനുള്ള കാരണം അവർക്ക് അറിയാമായിരുന്നു, ഇൽമുണ്ടായിരുന്നു, പക്ഷെ അമലില്ല. അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞു യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് എങ്ങനെ അറിയാം? സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാം. എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ കിതാബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അറിയാം ഇത് ഹഖായ റസൂലാണ്. എങ്ങനെ അറിയാം? മക്കളെ അറിയാവുന്നത് പോലെ. മക്കളെ ഉപ്പാരിക്ക് എങ്ങനെ അറിയാം? ഒരു കൂട്ടത്തിലും മക്കളെ ഉപ്പാക്ക് മാറിപ്പോയില്ല. ഏത് കൂട്ടത്തിലായാലും ശരി, തന്റെ മകളെ ഉപ്പാക്ക് മാറി എന്നതുപോലെ മാറിപ്പോവുകയില്ല അവർക്ക്. ഇത് തന്നെയാണ് റസൂൽ. അള്ളാഹു അയച്ച നമ്മുടെ കിതാബിൽ പറഞ്ഞ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. മക്കൾ അറിയുന്നവരറിയാം, മാറിപ്പോകാനുള്ള അവസരം. പക്ഷേ ഹസദൻ, അസൂയ, അറബികളുള്ള അസൂയ ബനൂ ഇസ്രായേലിൽ വന്നില്ലല്ലോ. ഞങ്ങൾ വളരെ മോശക്കാരായി കാണുന്ന, താഴെ കിടക്കാരായി കാണുന്ന അറബികളിലാണ് റസൂൽ
ആ ഹസദ് കൊണ്ട് അവർ സ്വീകരിച്ചു. അതുകൊണ്ട് അവർക്ക് അള്ളാഹ് ഖളബാണ്, ഇൽമുണ്ട്, പക്ഷേ അമലില്ല. ളാലീൻ അതാരാണ്? നസാറ, അവർ നസ്രാനികളാണ്. അവർക്ക് എന്താണ് സംഭവിച്ചത്? അവരൊരുപാട് ഖൈർ പ്രവർത്തിക്കുന്ന ആളുകളാണ്, പക്ഷെ വഴിതെറ്റിപ്പോയി, ചെയ്യേണ്ടതല്ല ചെയ്യുന്നത്. അവർക്ക് നഷ്ടപ്പെട്ടത് ഇൽമാണ്, അമലുണ്ട്, ഒരുപാട് അമൽ റബ്ബിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ വഴിതെറ്റിപ്പോയി, ഇൽമില്ല. എന്നാൽ തരീഖുൽ മുസ്തഖീം അതെന്താണ്? അൽ ഇൽമു നാഫി വൽ അമലു സ്വാലിഹ്. യഥാർത്ഥ ഇൽമ് അള്ളാഹു പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇൽമ്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള അമൽ, ഇതാണ് അസ്സറാത്തുൽ മുസ്തഖീം. ഇതിൽ നിന്ന് തെറ്റിപ്പോയ ഏത് വിഭാഗത്തിനും ഈ ആയത്ത് ബാധകമാണ്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അതുകൊണ്ട് തന്നെ ചില മുൻഗാമികൾ ഇത് ഹറൂറിയത്തിനെ കുറിച്ചാണ് ഈ ആയത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹറൂറിയ അഥവാ ഖവാരിജികൾ, പഴച്ച ഒരു കക്ഷിയാണ്. അവർക്ക് ഈ ആയത്ത് ബാധകമാണ്, ഒരു ബിദ്അത്തിന്റെ കക്ഷിയാണ്. എന്നതുപോലെ ഏത് പഴച്ച കക്ഷിക്കും ഇത് ബാധകമാണ്. ഇബ്നു കസീർ പറഞ്ഞു, അന്ന ഹാദിഹി ആയ കരീമ തശ്മലു അൽ ഹറൂറിയ കമാ തശ്മലു യഹൂദ വൻ നസാറ വഗൈറഹും. ഈ ആയത്ത് പഴച്ച കക്ഷികൾക്ക്, ഖവാരിജികൾക്ക്, യഹൂദികൾക്ക്, നസ്രാനികൾക്ക് എല്ലാം ബാധകമാണ്. ലാ അന്നഹാ നസലത് ഫീ ഹൗലാഇ അലൽ ഖുസൂസ് വലാ ഹൗലാഇ ബൽ ഹിയ അഅമ്മ മിൻ ഹാദാ. ഏതെങ്കിലും ഒരു കൂട്ടരെ കുറിച്ച് മാത്രമല്ല, എല്ലാ പഴച്ച കക്ഷികൾക്കും ബാധകമാണ് ഈ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പ്രമുഖനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്ത് യഹൂദികൾക്കും നസ്രാനികൾക്കും ബാധകമാണ്. യഹൂദികൾ ഫകദ്ദബു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചവരാണ്. നസ്രാനികൾ മുഹമ്മദ് നബിയെ നിഷേധിച്ചതോടൊപ്പം വമ്മ നസാറ കഫറു ബിൽ ജന്ന, സ്വർഗ്ഗത്തെ നിഷേധിച്ചവരാണ്. സഹീഹ് ബുഖാരിയിൽ കാണാം. സ്വർഗമുണ്ടെന്നാണ് യഹൂദികൾ നസ്രാനികൾ പറയുന്നത്. സ്വർഗമുണ്ട്, പക്ഷെ അവരുടെ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഖാലു ലാ തആമ ഫീഹാ വലാ ശറാബ്. ആ സ്വർഗത്തിൽ എന്തല്ല, കുടിക്കാൻ, തിന്നാനും കുടിക്കാനൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ പരിഹസിക്കും. നിങ്ങളുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ, കുറെ കുടിച്ചും തിന്നും രസിക്കാനുള്ളതാണ് നിങ്ങളുടെ സ്വർഗം. നമ്മളെ സ്വർഗം എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന്റെ സ്വർഗം എന്താണ്? അതൊരു ആത്മീയമായ സുഖം മാത്രം, റൂഹ് മാത്രം, ജസദുണ്ടാവില്ല എന്നതാണ് നസ്രാനികളുടെ വിശ്വാസം. സ്വർഗ്ഗമില്ല, സ്വർഗം, പക്ഷെ അതിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങൾ അവർ നിഷേധിച്ചു. അതുകൊണ്ട് അവർ സ്വർഗത്തെ തന്നെ നിഷേധിച്ചവരാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു കാര്യം എന്തെന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതിൽ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്ന് അവിടുത്തെ ഹദീസുകളിൽ സ്ഥിരപ്പെടുത്തിയ കാര്യങ്ങൾ നിഷേധിച്ചാൽ അത് തന്നെ നിഷേധിക്കുന്നത് പോലെ ആയിപ്പോയി. അള്ളാഹു ഒരുവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അവന്റെ ജസദോടെ, റൂഹോടെയാണ്, ശരീരത്തോടെ, അവന്റെ റൂഹോടെ. ഒന്നിക്കൽ നഈം അല്ലെങ്കിൽ അലാബ്, ഒന്നിക്കൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതും അങ്ങനെ തന്നെ. അവന്റെ ജസദിനും റൂഹിനുമുള്ളതാണ്, ശരീരത്തിനുമുള്ളതാണ്, റൂഹിനുമുള്ളതാണ്. എനിക്ക് ശിക്ഷ അല്ലെങ്കിൽ, കാരണം എന്താ, ഈ ദുനിയാവിൽ നമ്മൾ അമൽ ചെയ്യുന്നത് അങ്ങനെയാണ്, ശരീരത്തോടെ. ഒരു റൂഹല്ല നന്മ തിന്മ ചെയ്യുന്നത്. ജസദും റൂഹുമുള്ള നമ്മളാണ് അമൽ ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സവാബും അങ്ങനെ തന്നെ. അവിടെ താമുണ്ട്, ഷറാബുണ്ട്, അവിടെ നിക്കാഹുണ്ട് സ്വർഗത്തിൽ. അള്ളാഹു നമ്മെ അവിടെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, ഇവർ ഉലൈക അല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം, ഉലൈക അല്ലദീന കഫറു, അവരാണ് കാഫിറുകളായ ആളുകൾ. ബിആയാതി റബ്ബിഹിം, നമ്മുടെ ആയത്തുകളെ നിഷേധിച്ച, നമ്മുടെ ആയത്തുകളോട് കുഫർ കാണിച്ച ആളുകൾ. ബിആയാതി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ ആയത്തുകളെ നിഷേധിച്ചവരവരാണ്. വലിഖാഇഹി, അള്ളാഹുവിന്റെ ലിഖാഇനെ നിഷേധിച്ചവർ. ലിഖാ എന്നാൽ റബ്ബിനെ കണ്ടുമുട്ടുക. ഫഹബിതത് അഅമാലുഹും, അപ്പോൾ ഹബിതത് നശിച്ചുപോയി, അഅമാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ. ഫലാ നുഖീമു ലഹും, അതുകൊണ്ട് നാം അവർക്ക് നിലനിർത്തുകയില്ല. യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ വസ്നൻ, ഒരു തൂക്കവും നിലനിർത്തുകയില്ല. അവരാരാണ്? അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിച്ചവർ, അവന്റെ ലിഖാഇനെ നിഷേധിച്ചവർ. എന്നാൽ ഒരു മുഅ്മിനാകട്ടെ, അവൻ ജീവിക്കുന്നത് തന്നെ എന്തിനാണ്? റബ്ബിന്റെ ലിഖാ അവൻ ഇഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹു. അള്ളാഹുവിനെ ആര് കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചു, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുത്തവനെ അള്ളാഹു കണ്ടുമുട്ടുന്നത് വെറുക്കും. സഹാബത്ത് ചോദിച്ചു, നബിയെ, മരിക്കുന്നത് നമ്മളെല്ലാവർക്കും പേടിയാണല്ലോ,
അതിനെക്കുറിച്ചാണോ ഇത്? മരിക്കുന്നത് നമ്മൾ വെറുത്താൽ അള്ളാഹ് നമ്മളെ കണ്ടുമുട്ടുന്നത് വെറുക്കുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. മറിച്ച് മുഅ്മിൻ അവന്റെ മരണസമയത്ത് അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. മലക്കുകൾ അവന് സന്തോഷ വാർത്ത അറിയിക്കും. ആ സമയത്ത് അഹബ്ബല്ലാഹു ലിഖാഅ, അവൻ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും. അല്ലാഹു അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും. എന്നാൽ മുഅ്മിൻ അല്ലാത്തവനാകട്ടെ മരണസമയത്ത് അവന് ശിക്ഷയെക്കുറിച്ച് ഉള്ള വാർത്തകൾ കിട്ടും. മലക്കുകൾ അവനെ ഭീഷണിപ്പെടുത്തും. എന്നതാണ് കിട്ടാനുള്ളത് എന്ന് പറയും. അപ്പോൾ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വെറുക്കും. അപ്പോൾ റബ്ബും അവനെ കണ്ടുമുട്ടുന്നത് വെറുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു ദുആ, ദീർഘമായ ഒരു ദുആയിലുള്ള ഒരു ഭാഗമാണ് വഅസ്അലുക ലദ്ദത നദരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക. അല്ലാഹുവേ, നിന്റെ വജ്ഹിലേക്ക് നോക്കി കൊണ്ടുള്ള ലദ്ദ, ആസ്വാദനം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖാഇക, നിന്റെ ലിഖാഇനുള്ള ആഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫീ ഗൈരി ളറാഅ മുദറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ലത്തിൻ, നിന്നെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം എങ്ങനെ? ഫീ ഗൈരി ളറാഅ മുദറത്തിൻ, ദുനിയാവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മരിച്ചേക്കാനുള്ള ആഗ്രഹം, നിന്നെ കാണാനുള്ള ആഗ്രഹം, അങ്ങനെയല്ല. ദുനിയാവിൽ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ വലാ ഫിത്നത്തിൻ മുദില്ലത്തിൻ, പഴപ്പിച്ചു കളയുന്ന ഒരു ഫിത്നയും ഒരു പരീക്ഷണവും ഇല്ലാതെ തന്നെ റബ്ബേ നിന്നെ കണ്ടുമുട്ടാനുള്ള ഷൗഖ്, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. കാരണം അത് യഥാർത്ഥത്തിൽ ഖൽബിൽ ഒരുവന്റെ ഉറച്ചാൽ പിന്നെ അവൻ ഏറ്റവും ഖൈറായ ജീവിതമായിരിക്കും. കാരണം അവൻ ജീവിക്കുന്നത് എന്തിനാണ്? റബ്ബിനെ കാണാനാണ്. റബ്ബിനെ ലിഖാഇനുള്ള ഷൗഖ്, അവന്റെ മുഖം കാണാനുള്ള ആ ലദ്ദ, കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള ലദ്ദ, ഇത് ആഗ്രഹിച്ചിട്ടാണ് ഒരുവൻ ജീവിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതം മുഴുവൻ ഖൈറായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. വഅസ്അലുക ലദ്ദത النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരുടെ അമൽ നശിച്ചു പോകും. അതുപോലെ ഖിയാമത്ത് നാളിൽ നാം അവർക്കൊരു വസ്നും കൊടുക്കുകയില്ല, തൂക്കം കൊടുക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, ഇന്നഹു ലയഅതി അർറജുലുൽ അളീമുസ് സമീൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരുവൻ വരും, അൽ അളീം, വലിയ ഭീമാകാരനാണ്, സമീൻ, നല്ല തടിയുള്ളവനാണ്. പക്ഷേ ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഅൂളത്തിൻ, അവനൊരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം പോലും ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ അമലുകൾ തൂക്കുന്നത് പോലെ ആളെയും തൂക്കും. ഈമാൻ ഉള്ളവൻ അവന് വലിയ ഭാരം ഉണ്ടാകും. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരിക്കലും ഒരു മരത്തിൽ കയറിയപ്പോ കാറ്റ് ഇങ്ങനെ ആടി. അപ്പൊ അദ്ദേഹത്തിന്റെ കാലുകൾ കണ്ടപ്പോ സഹാബത്ത് ചിരിച്ചുപോയി, വളരെ മെലിഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളത് കണ്ട് ചിരിക്കുകയാണ്. ഖിയാമത്ത് നാളിൽ അതിന് ഉഹദ് മലയേക്കാളും ഭാരമുണ്ടാകുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്തോഷ വാർത്തയാണ്. അപ്പൊ അമലുകൾ തൂക്കുന്നത് പോലെ ആളെയും തൂക്കും. ഈമാനിന് അമലു സാലിഹാത്തിനനുസരിച്ച് അവിടെ ഭാരമുണ്ടാകും. ഇതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉഷാറിലാണ്. ഒരു കൊതുകിന്റെ ചിറക് പോലും, ചിറകിന്റെ ഭാരം പോലും അവനുണ്ടാവും. എന്താണ് കാരണം? ഫലാ നഖീം ലഹും യൗമൽ ഖിയാമത്തി വസ്ന. എന്നിട്ട് ഈ ആയത്ത് ഓതി, ഇഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾ വേണമെങ്കിൽ ഓതിക്കോളൂ. ഫലാ നഖീം ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ നാം അവർക്ക് ഒരു വസ്നും ഒരു തൂക്കവും കൊടുക്കുകയില്ല. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. ذلك, അത് ജസാഉഹും, അവരുടെ പ്രതിഫലമാണ്. എന്താണ് അവരുടെ പ്രതിഫലം? ജഹന്നം. അഊദു ബില്ലാഹി മിൻ ജഹന്നം. ജഹന്നമാകുന്ന അവരുടെ ജസാ. ബിമാ കഫറു, അവർ കാഫിറുകളായത് കാരണത്താൽ. വത്തഖദു, അതുപോലെ അവർ സ്വീകരിച്ചത് കാരണത്താൽ. ആയാതി വറുസുലി ഹുസ്വ, നമ്മുടെ ആയത്തുകളെയും നമ്മുടെ റസൂലുകളെയും ഹുസ്വൻ, തമാശയാക്കിയത് കാരണത്താൽ, പരിഹസിച്ചത് കാരണത്താൽ. മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ആയത്തുകളെ ഒരിക്കലും പരിഹസിക്കരുത്, തമാശക്ക് പോലും. ദീനിനെ പരിഹസിക്കരുത്, തമാശക്ക് പോലും. നമ്മൾ ചിലപ്പോ സംസാരത്തിൽ ഇപ്പോ എല്ലാം കൂടി കലങ്ങി എന്ന് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട് ചില ഭാഗങ്ങൾ ഉപയോഗിക്കും. അതുപോലെ ചില സംസാരങ്ങൾ, പരിഹാസത്തിന്റെ സംസാരങ്ങൾക്ക് അള്ളാഹുവിന്റെ കലാമിന്റെ ആയത്തുകൾ ചിലപ്പോ മജറുൽ ലിസാൻ, നാവിലിങ്ങനെ വന്നുപോകുന്നതായിരിക്കും, ആളുകൾ ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കും. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, അത് അങ്ങനെയുള്ള ശീലങ്ങൾ മാറ്റി. അള്ളാഹുവിന്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് പരിഹാസ രൂപത്തിൽ പറയുന്നത്, തമാശയായി പോലും പറയാൻ പാടില്ല.
ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. ابن كثير പറഞ്ഞു أي إنما جازيناهم بهذا الجزاء جهنم. നാം അവർക്ക് ജഹന്നമാകുന്ന പ്രതിഫലം കൊടുത്തത് എന്തിനാണ്? ബിസബബി കുഫ്രിഹിം, അവരുടെ കുഫ്ർ കാരണത്താൽ. വത്തിഖാദിഹിം ആയാത്തില്ലാഹി വറസുലിഹി ഹുസുവാ, അല്ലാഹുവിന്റെ ആയത്തുകളെയും അവന്റെ റസൂലുകളെയും പരിഹസിച്ചത് കാരണത്താൽ. ഇസ്തഹ്സഉ ബിഹിം, അവർ അല്ലാഹുവിന്റെ റസൂലുകളെ കളിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞില്ലേ, ഫഇൻ കദ്ദബൂക ഫഖദ് കുദ്ദിബ റസൂലുൻ മിൻ ഖബ്ലിക ജാഊ ബിൽ ബയ്യിനാതി വബിസ്സുബുരി വൽകിതാബിൽ മുനീർ. അവർ താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ മുമ്പുള്ള നബിമാരെയും അവർ നിഷേധിച്ചിട്ടുണ്ട്. അവർ തെളിവുകൾ കൊണ്ട് പ്രകാശം പരത്തുന്ന കിതാബുകളുമായി, അള്ളാഹുവിന്റെ കിതാബുമായി വന്ന നബിമാരെ അവർ പരിഹസിച്ചിട്ടുണ്ട്. യഹൂദികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അഹദ ഇലൈനാ അല്ലാ നഅ്മിന ലിറസൂലിൻ ഹത്താ യഅതിയനാ ബിഖുർബാനിൻ തഅകുലുഹു നാർ. അള്ളാഹു നമ്മളൊരു വാഗ്ദാനം കരാറ്, നമ്മൾ അള്ളാഹിനോട് കരാറ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് നമ്മളോട് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു റസൂലിൽ വിശ്വസിക്കണമെങ്കിൽ ആ റസൂലിനെ നമുക്കൊരു ഖുർബാൻ കൊണ്ടുവരണം. ഖുർബാൻ എന്നാൽ ഒരു ബലി. ആ ഖുർബാൻ തഅകുലുഹു നാർ, തീ അത് തിന്നണം. വേറെ പണ്ട് കാലത്ത് അങ്ങനെയാണ്, അള്ളാഹ്ക്ക് ബലി അർപ്പിക്കണം. അള്ളാഹു അത് സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ആകാശത്ത് തീ വന്ന് അത് കത്തിപ്പോകും. മുമ്പ് കാലത്ത് അങ്ങനെ കാബീൽ ഹാബീലിന്റെ കഥയും അത് നമുക്ക് കാണാം. അതിലൊരാളുടെ അത് തീ വന്ന് സ്വീകരിക്കും, അള്ളാഹു അത് സ്വീകരിക്കും, മറ്റാൾ സ്വീകരിക്കും. അപ്പോഴാണ് ഞാൻ കൊല്ലുന്നു പറഞ്ഞത്. എന്റെ പിന്നിൽ വേറെയും സംഭവങ്ങളുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കാരണം എന്റെ പിന്നിലും ഇപ്പോഴാണ് അസൂയുണ്ടായി സഹോദരൻ മറ്റാണ് കൊന്നുകളെ. അപ്പൊ യഹൂദികൾ പറഞ്ഞു, മുകളിൽ നിന്ന് തീ വന്ന് തിന്നുന്ന ഒരു ഖുർബാൻ കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തരണം. എന്നാലേ, അങ്ങനെ കാണിച്ചു തന്നാലേ റസൂലിൽ വിശ്വസിക്കൊണ്ടു എന്ന് അള്ളാഹ് നമ്മളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. യഹൂദികൾ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാൻ പറഞ്ഞു, ഖുൽ ഖദ് ജാഅകും റസൂലുൻ മിൻ ഖബ്ലി ബിൽ ബയ്യിനാതി വബില്ലദീ ഖുൽതും ഫലിമ ഖതൽതുമുഹും ഇൻ കുൻതും സാദിഖീൻ. എനിക്ക് മുമ്പ് റസൂലുകൾ വന്നിട്ടുണ്ട്, ബിൽ ബയ്യിനാതി, വ്യക്തമായ തെളിവുകളുമായി, വബില്ലദീ ഖുൽതും, നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ അതുമായി വന്നിട്ടുണ്ട്. ഫലിമ ഖതൽതുമുഹും, പിന്നെ എന്തിനാണ് കൂടി നിങ്ങൾ അവരെ കൊന്നുകളഞ്ഞത്? നബിമാരെ കൊന്നുകളഞ്ഞവരാണ്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, സത്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ. അപ്പൊ അത് ന്യായമല്ല, മറിച്ച് നിഷേധിക്കാനുള്ള ദുർന്യായമാണ്. അവരുടെ കുഫറിന് അവർ ന്യായീകരണം പറയുന്നതാണ്. എന്നതുപോലെ അവർ നബിമാരെ പരിഹസിച്ചു. കഠിനമായി അവർ നബിമാരെ നിഷേധിച്ചു. കാരണം നിഷേധത്തിന്റെ അങ്ങേത്തലയാണെന്ത്? പരിഹാസം. പരിഹസിക്കാന്നുള്ള വെറും നിഷേധമല്ല, പരിഹസിക്കാന്ന് പറഞ്ഞാൽ അത് അങ്ങേ അറ്റത്തെ നിഷേധമാണ്. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. وفقنا الله وإياكم لما يحبه ويرضاه. والله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.